സ്വാഗതം. പൊതുതെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു. രാജ്യത്ത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. എൻ ഡി എ എന്നുള്ള ഘട്ടത്തിൽ സാങ്കേതികമായി ബി ജെ പിക്ക് ഭൂരിപക്ഷമുണ്ട്. കേരളത്തിൽ പക്ഷേ സ്ഥിതി കുറച്ചുകൂടെ ഡിഫറൻ്റാണ്. ഇതുവരെയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രമെടുത്താൽ അതിൽ നിന്ന് ഭിന്നമായൊരു റിസൾട്ടാണ് കേരളത്തിൽ വന്നത്. കേരളത്തിൽ ബി ജെ പി ആദ്യമായിട്ട് ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറക്കുന്നു. എൻ ഡി എ അല്ല, ബി ജെ പി തന്നെ നേരിട്ട് അക്കൗണ്ട് തുറക്കുന്നു. എൻ ഡി എ അല്ല എന്ന് പ്രത്യേകം പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, മുൻപ് മൂവാറ്റുപുഴയിൽ പി സി തോമസ് എൻ ഡി എ എന്ന ലേബലിൽ, ഒരുപക്ഷെ എൻ ഡി എ എന്ന് പിൽക്കാലത്തായിരിക്കാം പി സി തോമസ് എൻ ഡി എ ആയത്, എങ്കിലും എൻ ഡി എ എന്ന ലേബലിൽ പി സി തോമസ് ലോക്സഭാംഗമായിരുന്നു. പക്ഷേ ഇക്കുറി എൻ ഡി എ അല്ല, ബി ജെ പി തന്നെ നേരിട്ട് കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്നു. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുന്നു. യു ഡി എഫ് 18 സീറ്റിൽ ജയിക്കുന്നു. എൽ ഡി എഫിന് ആകെ കിട്ടിയത് ആലത്തൂർ മാത്രമാണ്. 2019 ആലപ്പുഴയായിരുന്നു എൽ ഡി എഫിനുണ്ടായിരുന്ന, സി പി എമ്മിനുണ്ടായിരുന്ന ഏക സീറ്റ് എങ്കിൽ ഇത്തവണ ആലത്തൂർ മാത്രമാണ് സി പി എമ്മിനും എൽ ഡി എഫിനും കിട്ടിയ ഏക സീറ്റ്. കേരളത്തിൻ്റെ ജനവിധിയെയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് കേരളത്തിലെ ഏറ്റവും സീനിയറായിട്ടുള്ള ജേർണലിസ്റ്റുകളാണ്. നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ, അതായത് ഇലക്ഷന് തൊട്ട് മുമ്പുള്ള അവലോകനങ്ങളിൽ പങ്കെടുത്തിരുന്ന രാജ്യത്തെ തന്നെ ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകരിൽ ഒരാളായ എം ജി രാധാകൃഷ്ണൻ, കേരളത്തിലെ ഏറ്റവും സീനിയറായിട്ടുള്ള ജേർണലിസ്റ്റുകളിൽ ഒരാളായ ജോർജ് പൊടിപ്പാറ, നമുക്കൊപ്പം നിരന്തരം ഉണ്ടാകാറുള്ള സീനിയറായ ജേർണലിസ്റ്റ് കെ ജെ ജേക്കബ്. ഇവർ 3 പേരാണ് നമ്മളൊപ്പം ചർച്ചയിലുള്ളത്. ഞാൻ ആദ്യം എം ജി രാധാകൃഷ്ണനിലേക്ക്, ഈ ഫലത്തെ, കേരളത്തിലെ ഈ ഫലത്തെ നമ്മളിപ്പോൾ 2019 തുലനം ചെയ്യുകയാണെങ്കിൽ, 2019 പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. ശബരിമല എഫക്റ്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസൻസ് യു ഡി എഫിനുണ്ടാക്കിയ ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു. ഇങ്ങനെ പല കാരണങ്ങളും 2019 പറഞ്ഞു. ഈ കാരണങ്ങളൊന്നും ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് ഇക്കുറി പറയാനില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും ഒരു പരാജയം, അത് ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കപ്പുറത്ത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളും കേരളത്തിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട, ആ നിലയ്ക്കുള്ള ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കൂടെ പ്രകടനമായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ നമ്മൾ കാണേണ്ടത്. പ്രത്യേകിച്ച് യു ഡി എഫിന് 18 സീറ്റിൽ ജയിക്കുന്നു എന്ന് മാത്രമല്ല, പല സീറ്റുകളിലും അവർക്ക് കിട്ടിയ ഭൂരിപക്ഷം കൂടി കണക്കിലെടുക്കുമ്പോൾ. തീർച്ചയായിട്ടും രാജീവ്, അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിൽ ഇതിനു മുമ്പും ഭരണവിരുദ്ധ വികാരം അലയടിച്ച തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു. ഇത്തവണ ഫലത്തിന്റെ വിപരീത ഫലം ആണ് അന്നുണ്ടായത്. അന്ന് എൽ ഡി എഫിന് 18 സീറ്റ്, യു ഡി എഫിന് 1 സീറ്റ്, നേരത്തെ പറഞ്ഞ പോലെ എൻ ഡി എക്ക് 1 സീറ്റ്. ഇന്ന് ഏതാണ്ട് അതേപോലെ അതിന്റെ ഒരു മിറർ ഇമേജ് എന്ന് വിളിക്കാവുന്ന പോലെ തിരിച്ച് ഇട്ടിരുന്ന പോലെയാണ്. കാരണം ഇപ്പോ യു ഡി എഫിന് 18 സീറ്റ്, എൽ ഡി എഫിന് 1 സീറ്റ്, ബി ജെ പിക്ക് 1 സീറ്റ്. അപ്പോൾ അന്ന് ഭരണവിരുദ്ധ വികാരം ആണ് എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ചു. എന്ന് മാത്രമല്ല, അന്ന് എ കെ ആന്റണിയുടെ സുപ്രസിദ്ധമായ രാജി ആണ് അതിൽ കലാശിച്ചത്. ആ രാജിയെ തടയാൻ അന്നിവിടെ എത്തിയ സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ ആന്റണിയുടെ സുഹൃത്തുക്കളായ ഉമ്മൻചാണ്ടിയോ ആര്യാടനോ ഒന്നും ശ്രമിച്ചില്ല. കാരണം അവരതിനു മുമ്പ് തന്നെ ഈ ഭരണവിരുദ്ധ വികാരത്തിനെ കുറിച്ചുള്ള ബോധ്യമുള്ളവരായിരുന്നു. ആന്റണിയെ നിരന്തരമായി അത് ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ ആന്റണി അത് ജനാധിപത്യ മര്യാദയുടെ ഭാഗമായി തന്നെ അതൊരു രാജി വയ്ക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ഒരുപക്ഷെ കേരളത്തിൽ ഇത്രയും കനത്ത ഭരണവിരുദ്ധ വികാരം വീണ്ടും പ്രതിഫലിച്ചത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം, അത് തീർച്ചയായിട്ടും കേരളത്തിലെ കാര്യം. പക്ഷെ ഈ കേരളത്തിന്റെ ചരിത്രത്തിനെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു സവിശേഷത, അതില് ബി ജെ പി കൈവരിച്ച വിജയമാണ് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹെഡ്ലൈൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കേരളത്തിന്റെ പരമ്പരാഗതമായ ഇരുധ്രുവ കേന്ദ്രിത രാഷ്ട്രീയം, മതേതര എന്ന് വിളിക്കാവുന്ന രാഷ്ട്രീയ വ്യവസ്ഥയുടെ ക്രമേണയായി ദുർബലമായി വരുന്ന അതിന്റെ ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവ്, ആ ചരിത്രത്തിന്റെ അന്ത്യം എന്നുള്ളതാണ്. കേരളം ഒരു മതേതര ഒരു കോട്ടയാണ് മതാധിഷ്ഠിത രാഷ്ട്രീയത്തിന്. കേരളം എന്നും സാമുദായിക രാഷ്ട്രീയം സജീവമായിട്ടുള്ള ഒരു നാടാണ്. പക്ഷെ മതാധിഷ്ഠിത രാഷ്ട്രീയത്തിന് ഇത്ര വലിയ സാന്നിധ്യം ഉറപ്പിച്ച
ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. തൊട്ടപ്പുറത്തെ തമിഴ്നാട് ഇപ്പോഴും തല ഉയർത്തി നിൽക്കുന്നുണ്ടെന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത് രണ്ടുമുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ UDFന് പ്രതീക്ഷിച്ചതിന്റെ അപ്പുറത്തുണ്ടായ ഈ വൻ വിജയം. ഇത് മൂന്നുമാണ് എന്റെ കാഴ്ചപ്പാടിൽ ഇതിന്റെ തലവാചകങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ വിധിയുടെ എന്നാണ് എനിക്ക് തോന്നുന്നു. റൈറ്റ്. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി, ഇപ്പോൾ തൃശ്ശൂരിലെ വിജയം BJPക്ക് ഉണ്ടായി. അതിനോടൊപ്പം നമ്മൾ കാണേണ്ടത് രാജീവ് ചന്ദ്രശേഖർ എന്ന സ്ഥാനാർത്ഥി വളരെ വൈകി തിരുവനന്തപുരത്ത് എത്തുകയും പക്ഷേ അദ്ദേഹം വലിയ ഫൈറ്റ് കാഴ്ചവെക്കുകയും ചെയ്യുന്നു. ശശി തരൂരിന് ഏതാണ്ട് 16,000-അടുത്ത വോട്ടിന് മാത്രം ജയിക്കേണ്ടി വരുന്നു. ആറ്റിങ്ങലിൽ BJP വലിയ പ്രകടനം കാഴ്ചവെക്കുന്നു വി മുരളീധരൻ എന്ന സ്ഥാനാർത്ഥിയിലൂടെ. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ഏതാണ്ട് 30%-ലധികം വോട്ട് നേടുന്നു. മറ്റ് പല മണ്ഡലങ്ങളിലും BJPയുടെ വോട്ട് കൂടുന്നു. അതായത് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവത്തിൽ വരുന്നൊരു മാറ്റത്തിൻ്റെ സൂചനയായി ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണണോ? തീർച്ചയായിട്ടും BJPയുടെ ഈ വൻപിച്ച മുന്നേറ്റം, അതായത് 16% താഴെയായിരുന്ന NDA ഏതാണ്ട് 20%-അടുത്തേക്ക് വോട്ട് വർദ്ധിപ്പിക്കുന്നു. നേരത്തെ രാജീവ് ചന്ദ്രശേഖറിന്റെ വിജയത്തിന് സമാനമായ ഒന്ന് 2014 തിരുവനന്തപുരം കണ്ടതാണ്. അതിനേറെക്കുറെ ഏതാണ്ട് തുല്യമായ ഒരു ഫലമാണ് ഇവിടെ കണ്ടത്. പക്ഷെ വിജയം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ആ വിജയം ഒരു നിസ്സാരമായ വിജയം അല്ല എന്നുള്ളതും വളരെ പ്രധാനമാണ്. തൃശ്ശൂർ ഒരു ചെറിയ ഭൂരിപക്ഷത്തിന് മറ്റുമല്ല, 70,000-ലേറെ വലിയ ഭൂരിപക്ഷത്തോടെ. അതുകൂടി നേരത്തെ രാജീവ് പറഞ്ഞ പോലെ കേരളം ആകെ കണ്ട ഈ മുന്നോട്ട് പോക്ക്, ഒരുപക്ഷെ BJPയുടെ മാത്രമായിട്ടുള്ള ഇത് ഏതാണ്ട് 1% എല്ലാം കൂടി ഏതാണ്ട് 3.5% വോട്ട് വർധനയാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ അവർ 1-ാം സ്ഥാനത്താണ്. ഈ ആലപ്പുഴ പോലെ ഒരു മണ്ഡലം കൂടി അവരുടെ A ക്ലാസ് മണ്ഡലത്തിൽ 30%-അടുത്ത വോട്ട് നേടിയ A ക്ലാസ് മണ്ഡലത്തിൽ ഒന്നായി. നേരത്തെ പറഞ്ഞ പോലെ ആറ്റിങ്ങൽ ഏതാണ്ട് വമ്പിച്ച പ്രകടനമാണ് മുരളീധരൻ 3-ാം സ്ഥാനത്ത് പോയെങ്കിലും കാഴ്ചവെച്ചിരിക്കുന്നത് എന്നുള്ളതെല്ലാം വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ പറഞ്ഞ പോലെ ഈ ഇടതുപക്ഷത്തുനിന്നും ഐക്യജനാധിപത്യ മുന്നണിയുടെ പക്ഷത്തുനിന്നും നിഷ്പക്ഷപക്ഷത്തും ഒക്കെ തീർച്ചയായിട്ടും വോട്ട് ചോർന്നിട്ടുള്ളതിന്റെ തെളിവാണ് ഈ വലിയ ഭൂരിപക്ഷം എന്നുള്ളതിന് സംശയമില്ല. അത് BJPയുടെ NDAയുടെ വോട്ട് മാത്രമല്ല. അപ്പോ ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതി. ഇത് ഈ പറഞ്ഞ പോലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിലും സാമൂഹ്യ ചരിത്രത്തിലും ഒക്കെ ഒരു വലിയ വിച്ഛേദം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും തുടർന്നു വന്ന ഒരു മാറ്റത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ല് തന്നെ. റൈറ്റ്. ശ്രീ ജോർജ് പൊടിപ്പാറ, നമ്മൾ ഈ ഇലക്ഷൻ അനാലിസിസിന് ശേഷം നമ്മൾ പരസ്പരം ഫോണിൽ സംസാരിച്ചപ്പോഴൊക്കെ കേരളത്തിലൊരു UDFന് അനുകൂലമായ അന്തരീക്ഷമുണ്ട് എന്ന് നമ്മൾ പരസ്പരം പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ ആ അന്തരീക്ഷത്തെ മറികടക്കുന്ന വിധത്തിലൊരു വിജയത്തിലേക്ക് UDF എത്തിയോ? ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ എറണാകുളത്ത് ഹൈബീഡൻ ജയിക്കും എന്ന് നമുക്ക് തർക്കം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഹൈബീഡിൻ്റെ ഭൂരിപക്ഷം നോക്കുക, 2.5 ലക്ഷത്തിലധികമാണ്. മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീറിൻ്റെ ഭൂരിപക്ഷം നോക്കുക, 3 ലക്ഷത്തിലധികമാണ്. അതുപോലെ വടകരയിൽ ഷാഫി നേടിയ 1 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം, കണ്ണൂരിൽ K സുധാകരൻ നേടിയ 1 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം. ഈ തരത്തിലൊരു തരംഗം UDFന് അനുകൂലമായി ഉണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ ഈ ഇലക്ഷൻ പ്രചാരണ ഘട്ടത്തിലും അത് അനലൈസ് ചെയ്യുന്ന ഘട്ടത്തിലുമൊക്കെ? രാജീവേ, തരംഗം ഉണ്ട് എന്നുള്ളൊരു വളരെ വിസിബിൾ ആയിട്ട് കാണാവുന്ന ഒരു തരംഗം കേരളത്തിൽ ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ UDFന് അനുകൂലമായ ഒരു വികാരമുണ്ട്. UDFന് അനുകൂലമായ ഒരു അന്തരീക്ഷം രൂപപ്പെടുന്നുണ്ട്. മാത്രമല്ല, LDFന് എതിരായിട്ടുള്ള അത് ഭരണവിരുദ്ധ വികാരമാണ് LDFനെതിരായി പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി, അതുവരെ LDFനൊപ്പം എന്നും ഉറച്ചു നിന്ന ജനവിഭാഗങ്ങൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ പോലും സമയത്ത് കൊടുക്കാൻ കഴിയാത്തത്, പിന്നെ തുടർച്ചയായിട്ടുണ്ടാകുന്ന ആരോപണങ്ങൾ, അതിനൊന്നും ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ മറുപടി പറയാൻ മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ അടുത്ത് നിൽക്കുന്നവർക്കോ കഴിയാത്ത ഒരവസ്ഥ, ഇതെല്ലാം ചേർന്നുകൊണ്ട് ഈ സാമ്പത്തിക പ്രതിസന്ധിയും അതുപോലെ തന്നെ ശക്തമായ ആരോപണങ്ങളും എല്ലാം ചേർന്നുള്ള ആ ഒരു അവസ്ഥ UDFന് ഒരു അനുകൂല ഘടകമാണ്, അല്ലെങ്കിൽ അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളത് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന കാര്യമായിരുന്നു. പക്ഷെ ഇത്രയും ഏകപക്ഷീയമായിട്ടുള്ളൊരു വിജയം, അതായത് 20 എന്നൊക്കെ അവർ പറയുമ്പോഴും ഒരു 15 സീറ്റ് വരെ ജയിച്ചേക്കാം, ഒരു 5 സീറ്റ് വരെ LDFന് കിട്ടാം. ഉദാഹരണത്തിന് നമ്മുടെ ഏറ്റവും ഒടുവിൽ ഇത് ചെയ്തിട്ടുള്ള ആറ്റിങ്ങൽ പോലുള്ളൊരു മണ്ഡലത്തിൽ UDF വിജയിക്കും എന്ന്
വിചാരിച്ചവർ വളരെ കുറവാണ്. അവിടെ ജോയി എന്ന് പറയുന്ന ശക്തൻ വരുന്നു, അദ്ദേഹം വിജയിച്ചേക്കാം. മാത്രമല്ല അവിടെ മുരളീധരൻ ഇത്രത്തോളം വോട്ട് പിടിക്കുമെന്നും ആരും കരുതിയിട്ടില്ല. അപ്പൊ അങ്ങനെ അതുപോലെ പാലക്കാട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലക്കാട് ഒരു അടയാളപ്പെടുത്തേണ്ട മണ്ഡലമായിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വലിയ സ്റ്റാർ വാല്യൂ എന്നുള്ള ഒരു കാൻഡിഡേറ്റ് അല്ല വി.കെ. ശ്രീകണ്ഠൻ. പക്ഷെ കിട്ടിയ ഒരു അവസരത്തിൽ MP ആയിട്ട് അദ്ദേഹം കഴിഞ്ഞ തവണ വളരെ അത്ഭുതകരമായിട്ട് വിജയിച്ചു. ആ വിജയിച്ചതിന് ശേഷം അദ്ദേഹം എത്രത്തോളം ഒരു MP എന്നുള്ള നിലയിൽ ഗ്രൗണ്ട് ലെവലിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്കൊപ്പം നിൽക്കണം, ഏത് രീതിയിൽ ഒരു MP പ്രവർത്തിക്കണം എന്നുള്ള ഒരു നെഗറ്റീവ് ആർക്കും പറയാനാവാത്ത രീതിയിൽ ഒരു MP എന്ന നിലയിലുള്ള ശ്രീകണ്ഠന്റെ ആ ഒരു സ്വീകാര്യത, ആ പ്രവർത്തനത്തിന്റെ മികവാണ് ഇത്തവണ 7 ഇരട്ടിയായിട്ട് 7 മടങ്ങായിട്ട് 11,000 ഉണ്ടായിരുന്നത് 80,000 അല്ലെങ്കിൽ അതിന്റെ 7 മടങ്ങായിട്ട് വർദ്ധിപ്പിക്കാൻ ശ്രീകണ്ഠനെ സഹായിച്ചത്. നേരെ തിരിച്ച് ആലത്തൂര് 1,59,000 വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്ന രമ്യ ഹരിദാസിന് അതേ നേരെ വിപരീതമായിട്ടുള്ള ഒരു പ്രവർത്തനം കൊണ്ട് എന്ന് പറഞ്ഞാൽ MP എന്നുള്ള നിലയിൽ സാന്നിധ്യം സജീവമായിട്ട് അറിയിക്കാനും ജനങ്ങളോടൊപ്പം നിൽക്കാനും പാർട്ടി പ്രവർത്തകരെ തന്നെ പ്രതീക്ഷയ്ക്ക് ഉയരാനും രമ്യക്ക് കഴിയാതെ പോയതാണ്. വളരെ കൂടുതൽ അനുകൂല ഘടകങ്ങൾ ഉണ്ടായിട്ടും രമ്യക്ക് അവിടെ തോൽക്കേണ്ടി വന്നത്. ഞാൻ ആലത്തൂരിന്റെ രാഷ്ട്രീയ സ്വഭാവം മറന്നുകൊണ്ടല്ല ഇത് പറയുന്നത്. അപ്പൊ പല ഘടകങ്ങളും. പക്ഷെ ഞാൻ വിചാരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വിജയം ആരുടേതെന്നുള്ള ചോദ്യത്തിന് സുരേഷ് ഗോപിയുടെ വിജയം എന്ന് തന്നെ പറയേണ്ടി വരും. അത് നമ്മള് എന്താ പറയാ, ഒരു കണക്കുകൂട്ടലിൽ ഒതുങ്ങാത്ത, രാഷ്ട്രീയം അറിയുന്നവർക്ക് ആർക്കും സുരേഷ് ഗോപി ജയിക്കുമെന്ന് പറയാൻ കഴിയാത്ത ആളുകൾക്ക്, അല്ലെങ്കിൽ അത്തരം വലിയ എന്താ പറയാ ഇഴപിരിച്ചുള്ള പരിശോധനയൊന്നും കൂടാതെ ആ ഔട്ട്വേഡ് ആയിട്ട് കാണുന്ന ആ ഒരു ഓളം മാത്രം കണക്കാക്കുന്നവർക്ക് മാത്രമേ സുരേഷ് ഗോപി തൃശ്ശൂർ ജയിക്കും എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയായിരുന്നുള്ളൂ. പക്ഷെ പല ഘട്ടങ്ങളിലും ഈ ഇഴകീറി പരിശോധിക്കുന്നവനേക്കാൾ കുറച്ചുകൂടി നല്ല പ്രവാചകർ അല്ലെങ്കിൽ പ്രവചനക്കാര് ഈ ഔട്ട്വേഡ് ആയിട്ടുള്ള ആ ഓളം മാത്രം കണ്ട് പ്രവചിക്കുന്നവരാണെന്ന് ഞാനടക്കം എന്നെ തന്നെ ബോധ്യപ്പെടുത്തിയ ഒരു വിജയമാണ് സുരേഷ് ഗോപിയുടെ വിജയം. വളരെ കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയും, ഇത് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം യഥാർത്ഥത്തിൽ BJPയുടെയോ സംഘപരിവാറിന്റെയോ NDAയുടെ വിജയം അല്ല. അത് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ വിജയമാണ്. ആ വ്യക്തിയുടെ വിജയം എന്ന് പറയുന്നത് ഇപ്പൊ ഈ മണ്ഡലങ്ങളെ എല്ലാം കൃത്യമായിട്ട് എനിക്ക് അറിയാവുന്ന ഇതാണ്. ഒല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് BJPക്ക് ഇതിനു മുമ്പ് കാര്യമായിട്ട് വോട്ടേ കിട്ടിയിട്ടില്ല. വളരെ വിദൂരമായൊരു 3-ാം സ്ഥാനത്ത് മാത്രം എത്തിയിരുന്ന BJPയോടെ 1-ാം സ്ഥാനത്തേക്ക് 10,000-ലധികം വോട്ടിന്റെ ലീഡിന് മുന്നേറുകയാണ്. അതുപോലെ പുതുക്കാട് എത്ര വലിയ ഭൂരിപക്ഷമാണ് കിട്ടുന്നത്. നാട്ടികയില് അതൊക്കെ അന്തിക്കാട് അടക്കമുള്ള ഭൂരിപക്ഷത്തിന് ദുഃഖം സുരേഷ് ഗോപിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വിജയം എന്ന് പറഞ്ഞാൽ ചില്ലറ വിജയമല്ല. ഞാൻ വിചാരിക്കുന്നത് സുരേഷ് ഗോപി എന്ന വ്യക്തി കഴിഞ്ഞ 5 വർഷക്കാലം 2 തോൽവിക്ക് ശേഷം തൃശ്ശൂരിൽ തമ്പടിച്ച് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചതിന് അവര് കൊടുത്ത ഒരു പ്രതിഫലമാണ് അദ്ദേഹത്തിന്റെ ജയം. അത് എനിക്ക് ഞാൻ ജോർജ് പടിപ്പാറയിലേക്ക് മടങ്ങി വരാം. ശ്രീ KJ ജേക്കബ്, ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒരുപക്ഷെ ജോർജ് പടിപ്പാറ പറഞ്ഞു വെക്കുന്നതിൽ നിന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. തൃശ്ശൂരിലെ വിജയം അത് BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ ഒരു രാഷ്ട്രീയ വിജയമായിട്ട് കാണണമോ, അതിൽ സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ വിജയമായിട്ട് കാണണമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനുണ്ട്. അവിടെയാണ് ഞാൻ MG രാധാകൃഷ്ണനോട് നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ തുടർച്ച ഉണ്ടാകുന്നത്. ഇപ്പോൾ ആറ്റിങ്ങൽ, ആലപ്പുഴ, എന്തിന് ആലത്തൂർ വരെ BJP നേടിയ വോട്ട് വർധന അത് കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു ദിശാമാറ്റത്തിൻ്റെ സൂചനയായിട്ട് നമ്മൾ മനസ്സിലാക്കണമോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. തൃശ്ശൂരിലെ വിജയത്തെ സുരേഷ് ഗോപിയുടെ കഴിഞ്ഞ 5 വർഷത്തെ അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് അദ്ദേഹം നടത്തിയ പ്രൊപ്പഗാൻഡ, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് മാത്രം കാണണമോ എന്നുള്ള ചോദ്യമുണ്ട്. അതിൽ ഞാൻ ജോർജിനോട് വിയോജിക്കുകയാണ്. കേരളത്തിൽ തൃശ്ശൂർ കയറിയ വെള്ളം അത് പെട്ടെന്ന് ഇറങ്ങിപ്പോകാനാണ് സാധ്യത. കേരളത്തിലെ ശരിക്കുമുള്ള എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പ് അസസ് ചെയ്യണമെങ്കിൽ ആറ്റിങ്ങലും കണ്ണൂരും 2 മണ്ഡലങ്ങൾ എടുത്തു വെച്ചാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കൃത്യമായി രാജീവ്, എനിക്ക് തോന്നുന്നു തൃശ്ശൂര് തെരഞ്ഞെടുപ്പ് ഫലം വെച്ചിട്ട് അല്ല നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യേണ്ടതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തൃശ്ശൂർ കയറിയ വെള്ളം ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ
ഞാൻ കൂടുതലായിട്ട് കുറച്ചുകൂടെ കൃത്യമായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് കിട്ടാൻ നമ്മളെ സഹായിക്കുക ആറ്റിങ്ങലെയും കണ്ണൂരെയും വോട്ടുകളാണ് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സംസാരിച്ച സത്യത്തിൽ കണ്ണൂര് ഇടതുപക്ഷം കോൺഗ്രസ് ജയിക്കുമെന്ന് കണക്കാക്കിയിരുന്ന ഒരാളാണ് ഞാൻ ആദ്യമേ. പക്ഷേ നമ്മൾ CPM-കാരോട് സംസാരിക്കുമ്പം അവർ ആദ്യം ഉറപ്പിക്കുന്ന സീറ്റുകളിൽ ഒന്നായിരുന്നു കണ്ണൂര്. എനിക്ക് അതിശയമായിരുന്നു. ഞാൻ കണ്ണൂരുകാരനാണ്. അപ്പൊ എനിക്ക് ആ നാട്ടിന്റെ ഏകദേശം ഒരു ധാരണയുണ്ട്. അപ്പോൾ സുധാകരൻ ജയിക്കും. കണ്ണൂരിന്റെ രാഷ്ട്രീയം ഇപ്പോഴങ്ങനെയാണ്. പക്ഷെ അവർ ഉറപ്പിച്ചു പറഞ്ഞു അത് CPM ആദ്യം ജയിക്കുന്ന സീറ്റുകളിൽ ഒന്നാണ്. റിസൾട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് കണ്ണൂരിൽ CPM-ന്റെ കോട്ടകളായിരുന്ന സ്ഥലങ്ങളിൽ CPM-ന്റെ വോട്ടുകൾ ഇല്ലാതെയായി എന്നുള്ളതാണ്. കല്യാശ്ശേരിയും ധർമ്മടം അടക്കമുള്ള സീറ്റുകളിൽ CPM-ന്റെ വോട്ടുകൾ കാണാതെ പോയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ആറ്റിങ്ങൽ ഉണ്ടായ കാലം തുടങ്ങിയ മറ്റോ CPM-ന്റെ ഒപ്പം നിൽക്കുന്ന മണ്ഡലമാണ്. ആ മണ്ഡലത്തിന് പറ്റിയ തിരുവനന്തപുരത്ത് കിട്ടുന്ന ഏറ്റവും നല്ല ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തിയിട്ടും അദ്ദേഹം തോറ്റിരിക്കുന്നു. അപ്പൊ ഇത് വെറും ഭരണവിരുദ്ധ വികാരം മാത്രമായിട്ടല്ല നമ്മളിതിനെ കണക്കാക്കേണ്ടത്. രാജീവ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാടിന്റെ രാഷ്ട്രീയത്തിൽ വളരെ അടിസ്ഥാനപരമായി ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ അത് തെക്കും വടക്കും നിന്നുള്ള സൂചനകൾ തരുന്നുണ്ട്. തൃശ്ശൂർ എന്നുള്ളത് ഞാൻ അത്ര സീരിയസ് ആയി എടുക്കുന്നില്ല. തൃശ്ശൂർ ഒരു BJP സ്ഥാനാർത്ഥി ജയിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിൻ്റെ പുറത്ത് അധികം സമയം കളയാൻ ഞാനില്ല. പക്ഷേ മറ്റു മണ്ഡലങ്ങളിൽ നിന്നുള്ള സൂചനകൾ, ആലപ്പുഴയിൽ നിന്നുള്ള സൂചനകൾ, എന്തിന് പത്തനംതിട്ടയിൽ നിന്ന് പോലുമുള്ള സൂചനകൾ, അതാണ് ശരിക്കും കേരളത്തിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതിയെ കാണിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ജോർജ് പറഞ്ഞ പോലെ ഒല്ലൂര് ഇപ്പം BJPക്ക് 11 മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനമുണ്ട്. അതിൽ തൃശ്ശൂരുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിയമസഭയിലേക്ക് അവർക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ബാക്കിയുള്ള മണ്ഡലങ്ങൾ അവിടെയാണ് BJPക്ക് വോട്ട് കുത്താൻ മനുഷ്യർ ക്യൂ നിന്നത്. അത് നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. അത് കാണേണ്ടവരൊക്കെ കാണുകയും കേൾക്കേണ്ടവരൊക്കെ കേൾക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ KG ജേക്കബ്, അത് പറയുമ്പോഴേ നമ്മളിപ്പോൾ പ്രധാനമായും ചർച്ച കേന്ദ്രീകരിക്കുന്നത് തൃശ്ശൂരിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ തൃശ്ശൂരിലെ വോട്ട് കണക്കുകളുടെ ഫലം ഇപ്പോൾ 2019 വോട്ട് കണക്ക്, 2024 വോട്ട് കണക്ക്, അതിൽ കോൺഗ്രസിൻ്റെ എത്ര നഷ്ടപ്പെട്ടു, BJPക്ക് എത്ര കൂടി, അങ്ങനെ നോക്കുമ്പോൾ LDFൻ്റെ വോട്ട് കുറച്ചധികം കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് LDFൻ്റെ വോട്ട് നഷ്ടപ്പെട്ടിട്ട്, ഇങ്ങനെയുള്ള കണക്കുകളിൽ അഭിരമിക്കുകയാണ് നമ്മൾ സത്യത്തിൽ ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ജേക്കബ് സൂചിപ്പിച്ച പോലെ ആറ്റിങ്ങൽ, ആലപ്പുഴ, ആലത്തൂർ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് ഞാൻ കാണുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ TN സരസു എന്ന് പറയുന്ന സ്ഥാനാർത്ഥി വളരെ ലേറ്റ് എൻട്രിയാണ്, രാഷ്ട്രീയത്തിൽ അത്രത്തോളം പരിചയമില്ലാത്തൊരു സ്ഥാനാർത്ഥിയാണ്. പക്ഷേ എങ്കിൽ പോലും അവർ വർദ്ധിപ്പിച്ച വോട്ടിൻ്റെ കണക്ക് നോക്കുമ്പോൾ അതൊരു അത്ഭുതമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ പത്തനംതിട്ട, കണ്ണൂർ, ഇങ്ങനെയുള്ള പല മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ തൃശ്ശൂരിനേക്കാൾ ഗൗരവമുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞ വിധത്തിലാണോ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വന്ന പ്രതികരണങ്ങൾ? അത് മനസ്സിലാക്കുന്നുണ്ടോ രാഷ്ട്രീയ കേരളം? രാജീവ്, അതാണ് ഞാൻ പറഞ്ഞത്. തൃശ്ശൂരെ വോട്ടിന്റെ പുറത്ത് അധികം സമയം ഞാൻ കളയില്ല എന്ന് പറയേണ്ട കാരണം അതാണ്. കോൺഗ്രസിനുണ്ടായ ഏകദേശം 1 ലക്ഷത്തോളം വോട്ടിന് ചോദിച്ചു. അതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇന്നലെ അവസാനം നോക്കുമ്പോൾ ഏകദേശം ആ ലെവലിലെ ഏകദേശം 1 ലക്ഷം. ഇടതുപക്ഷത്തിന്റെ വോട്ട് കൂടിയിട്ടുണ്ട്. പക്ഷേ മറ്റിടത്തൊക്കെ നമ്മൾ കാണുന്ന ഇടതുപക്ഷത്തിന്റെ വോട്ട് വലിയ തോതിൽ കുറയുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തൃശ്ശൂര് സുരേഷ് ഗോപി തന്നെ പറഞ്ഞതുപോലെ അത് അദ്ദേഹത്തിന് കിട്ടിയ വോട്ടാണെന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ അത് ജയിക്കാനുള്ള വോട്ടുകൾ സ്വന്തമായിട്ട് കിട്ടാൻ മാത്രമുള്ള ഒരു കാരിസ്മ ഉള്ള ആളായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പല ഘടകങ്ങൾ ചേർത്ത് വെച്ചിട്ട് അവിടെ ഗംഭീരമായിട്ടുള്ള BJP നടത്തിയിട്ടുള്ള ഗ്രൗണ്ട് വർക്ക്. കാരണം സാധാരണഗതിയിൽ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി BJP വളരെ പിറകിലായ ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. ഈ മനുഷ്യരെ ബാലറ്റ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് തുടങ്ങി ഈ മനുഷ്യരെ കൊണ്ടുവന്ന് ബൂത്തിൽ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കുന്നത് വരെയുള്ള ഗ്രൗണ്ട് വർക്ക് ഉണ്ടല്ലോ, വോട്ടറുമായിട്ടുള്ള നേരിട്ടുള്ള കണക്ടിവിറ്റി. ആ കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ കേരളത്തിൽ BJP എന്നും പിറകിലായിരുന്നു.
BJPക്ക് പോയി വോട്ട് ചെയ്യുന്ന മനുഷ്യർ ഏതോ ഒരു മുൻകാല ധാരണയുടെ പുറത്ത് അവർ പോയി താമരയ്ക്ക് കുത്തുമെന്നുള്ളതല്ലാതെ ഈ കണക്ടിവിറ്റി, എൻഡ് ടു എൻഡ് കണക്ടിവിറ്റി സാധാരണഗതിയിൽ BJPക്ക് ഇല്ല. അവിടെയൊക്കെ BJP തൃശ്ശൂർ നടത്തിയ പ്രവർത്തനങ്ങൾ അതിശയിക്കപ്പെടുന്ന വിധത്തിലാണ്. ഞാൻ തൃശ്ശൂരുള്ള മനുഷ്യരോട് സംസാരിച്ചപ്പം അവർ പറഞ്ഞത് അങ്ങനെയാണ്, അവർ എത്രത്തോളം കാൽക്കുലേറ്റഡ് ആയി. അങ്ങനെ നടത്തിയ പ്രവർത്തനം, പിന്നെ സുരേഷ് ഗോപിക്കുള്ള വോട്ട്, പിന്നെ കോൺഗ്രസിന്റെ വോട്ട് കാണാതെ പോയത്, തൃശ്ശൂർ പൂരം ആയി ബന്ധപ്പെട്ടുണ്ടാക്കിയ അലമ്പുകൾ, സുനിൽകുമാറിന് കിട്ടിയ CPI സ്ഥാനാർത്ഥിക്ക് കിട്ടിയ കൂടുതൽ വോട്ട്, നമ്മൾ ഇതൊക്കെ മൊത്തമായിട്ട് കണക്കാക്കുമ്പം ആ മോഡൽ അല്ല കേരളത്തിൽ BJPക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്, പുനരാവിഷ്കരിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക്. തൃശ്ശൂർ എന്നുള്ളത് അതൊരു യുണീക്കായിട്ട് അവിടെ നിൽക്കും, ആ വെള്ളം ഇറങ്ങിപ്പോകും. പക്ഷേ ആറ്റിങ്ങലിലും നിങ്ങൾ പറഞ്ഞ പോലെ ആലത്തൂർ നിയോജക മണ്ഡലത്തിലെ ആലത്തൂർ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ശ്രീമതി രമ്യ ഹരിദാസൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പിറകെ പോകുമ്പോൾ ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ കൂടി ഞാൻ പോവാണ്. ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ ആലത്തൂർ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി വലിയ തോതിൽ 100 കണക്കിന് മനുഷ്യർ 8-9 മണിയാകുമ്പോൾ ശ്രീമതി രമ്യ ഹരിദാസിനെ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ എനിക്കത് അതിശയമാണ്. കാരണം ആലത്തൂർ നിയോജക മണ്ഡലം എന്നുള്ളത് 42,000 വോട്ടിന് അവിടെ ശ്രീ M ചന്ദ്രൻ വിജയിച്ച അസംബ്ലിയിലേക്ക് ജയിച്ച ഒരു മണ്ഡലമാണ്. 42,000 വോട്ടിന് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന ഒരു മണ്ഡലമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്ത് CPM, ആ നാട്ടുകാരനായ CPM-നോട് ചോദിച്ചു, ഇങ്ങനെ ആളുകൾ വന്ന് നിൽക്കാൻ ഇത് ഏതാണ് സ്ഥലം? അപ്പം പുള്ളിനോട് ഏതാ സ്ഥലം? അപ്പൊ ഞാൻ അവിടുത്തെ ഏതൊരു പാൽ സൊസൈറ്റിയുടെ പേരവൻ്റെ പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു, അയ്യോ അത് നമ്മളുടെ നാടാണ്, അത് പാർട്ടി കോട്ടയാണ്. അപ്പൊ ഞാൻ പുള്ളിയോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ബിജുവിന്റെ കാര്യം അബദ്ധമാണ്. കാരണം ഈ സ്ത്രീയെ കാണാൻ വേണ്ടിയിട്ട് ഇത്രയും ലേറ്റ് ആയിട്ട് മനുഷ്യർ നിൽക്കുന്നുണ്ട് എങ്കിൽ CPM-ന്റെ കോട്ടയായിട്ടുള്ള പാർട്ടി ഗ്രാമം എന്ന് പറയാവുന്ന സ്ഥലത്ത് ഈ കാണാൻ വൈകിയും അവർ നിൽക്കുന്നുണ്ട് എങ്കിൽ അതിന് സം അതർ റിലവൻസ് ഈസ് ദെയർ. അത്രയുള്ള പാർട്ടി കോട്ടകളിൽ നിന്ന് ഇന്നിപ്പോ കേരളത്തിലെ CPM-നെ അങ്ങേയറ്റം എതിർക്കുന്ന മനുഷ്യർക്ക് പോലും ബഹുമാനമുള്ള K. രാധാകൃഷ്ണൻ എന്നുള്ള കമ്മ്യൂണിസ്റ്റ് ജയിക്കാൻ വേണ്ടി വിയർക്കേണ്ടി വന്നു എന്ന് കാണുമ്പം അതാണ് സത്യത്തിൽ എനിക്ക് തോന്നുന്ന കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ വലതുപക്ഷം എന്ന് പറഞ്ഞാൽ UDF ഒക്കെ കാണേണ്ട രാഷ്ട്രീയ വ്യതിയാനം വന്നുകൊണ്ടിരിക്കുന്ന വ്യതിയാനം എന്ന് ഞാൻ കണക്കാക്കും. അവിടെയാണ് RSS BJP ഹിന്ദുത്വ രാഷ്ട്രീയക്കാർ പതുക്കെ പിടിമുറുക്കി തുടങ്ങിയിരിക്കുന്നത്. അതിനുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളത് എല്ലാവരും കൂടി ആലോചിക്കേണ്ട കാര്യമാണ്. അതിൽ CPM-ന്റെ മാത്രമായിട്ടുള്ള ഒരു റോളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ തൃശ്ശൂർ BJPയുടെ വിജയം എന്നുള്ളത് അതിന്റെ പ്രാഥമികമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി വോട്ടിന്റെ കണക്കിൽ കോൺഗ്രസ്സുകാർക്ക് തന്നെ കൊടുക്കേണ്ടി വരും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഇടതുപക്ഷത്തിന് അങ്ങനത്തെ ഒരു ലക്ഷറി ഉള്ള ഒരു സമയമല്ല. ആകെയുള്ള ഒരു സംസ്ഥാനത്ത് ഓരോ സീറ്റും വളരെ പ്രധാനപ്പെട്ടതായിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് അത്രയും ലക്ഷറികളില്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിന്റെ വ്യതിയാനത്തിന്റെ ലക്ഷണങ്ങൾ നമ്മൾ കാണുന്നത് തൃശ്ശൂരല്ല, മറ്റ് നിയോജക മണ്ഡലങ്ങളിലാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രൈമറി അസസ്മെന്റ്. റൈറ്റ്. ശ്രീ MG രാധാകൃഷ്ണൻ, സാധാരണ നിലയ്ക്ക് ഇപ്പോൾ BJPക്ക് വോട്ട് കൂടുതൽ കിട്ടുന്ന മണ്ഡലങ്ങൾ, ഇപ്പോൾ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മളൊരു ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം ഉണ്ടായ വിശകലനങ്ങളിലൊക്കെ BJPക്ക് വോട്ട് കൂടിയിടത്തൊക്കെ കോൺഗ്രസിൻ്റെയോ UDF-ൻ്റെയോ വോട്ടുകളിലുണ്ടായ കുറവിനെക്കുറിച്ച് വലിയ തോതിലുള്ള വിശകലനങ്ങളുണ്ടായിരുന്നു. ഏതാണ്ട് കണക്ക് വയസ്സ് അത് ശരിയുമായിരുന്നു. പക്ഷേ 2016 നിന്ന് നമ്മൾ 2024 എത്തി നിൽക്കുമ്പോൾ ഈ വോട്ട് നഷ്ടം എന്ന് പറയുന്നത് UDF-ൻ്റെയോ കോൺഗ്രസിൻ്റെയോ വോട്ട് ബാങ്കിൽ നിന്നും മാത്രമല്ല, LDF-ൻ്റെ വോട്ട് ബാങ്കിൽ നിന്നും വലിയ തോതിലുള്ള വോട്ട് നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് വിജയത്തിൻ്റെ കണക്കിൽ, ഇപ്പോൾ LDF വിജയിക്കുന്നു എന്നുകൊണ്ട് മാത്രം ഞങ്ങളുടെ വോട്ടിൽ നിന്ന് നഷ്ടമുണ്ടായിട്ടില്ല എന്ന് ആശ്വസിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറേണ്ട കാലമായി എന്ന് CPM-ഉം ഇടതുപക്ഷവും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഈ 2024 കാണണോ? മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. ഇത്തവണ മാത്രമല്ല, അത് കഴിഞ്ഞ കുറെ കാലമായിട്ട് കാണുന്ന ഒരു പ്രവണതയാണ്. അത് കണ്ടില്ല എന്ന് നടിക്കുകയാണ് സാധാരണ ഇടതുപക്ഷത്തിന്റെ ഒരു രീതി. മാത്രമല്ല, എനിക്ക് തോന്നുന്നു, ഞാൻ അത് പൂർണ്ണമായിട്ടും ജേക്കബിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. എനിക്കൊന്ന് തൃശ്ശൂർ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം തന്നെയാണ്. ഈ മാറ്റത്തിന്റെ ഏറ്റവും ഡ്രമാറ്റിക് ആയിട്ടുള്ള ഉദാഹരണമാണ്. പക്ഷേ ഇദ്ദേഹത്തിന് വോട്ട് BJPക്ക് മാത്രമായിരിക്കില്ല, സുരേഷ് ഗോപിയുടെ ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ BJPയുടെ ഒരു സ്ഥാനാർത്ഥിക്ക് ഇത്രയധികം വോട്ട്
നേടാനാവുന്ന ഒരു മണ്ഡലമാണ് അത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല ഇതൊരു അസാധാരണ സംഭവമല്ല. കാരണം 30% അല്ല എന്നുള്ളത് ശരിയാണ്. കാരണം എന്താണ്, അതിനപ്പുറത്തേക്ക് BJP പോയി എന്നുള്ളതാണ്. കാരണം 30%-നടുത്ത് വോട്ട് കഴിഞ്ഞ തവണ പിടിച്ചതുമാണ്. അപ്പൊ ഇപ്പോ ഈ കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ ഈ പല കാരണങ്ങൾ കൊണ്ട് ഈ ഹിന്ദുത്വത്തിനോടുള്ള ആഭിമുഖ്യവും അതിനെ അതിശക്തമാക്കി, അതിനെ വളരെ വലിയ വിജയമാക്കി, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് വിജയമാക്കി മാറ്റിയതിൽ ഈ മാറുന്ന രാഷ്ട്രീയ, സാമൂഹ്യ, മത ചിന്തകൾക്കപ്പുറത്ത് അതിന്റെ ആക്കം പല മടങ്ങ് വർദ്ധിപ്പിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഈ സർക്കാരിനാണ്, ഈ സംസ്ഥാന സർക്കാരിന് തന്നെയാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു ബദലിലേക്ക് ജനം പോകുന്നത്. കാരണം ഇങ്ങനെ അതായത് ഞാൻ തമിഴ്നാട്ടിൽ നിന്നുള്ള ഉദാഹരണം പറയുന്നത്, ഇവിടെ ഒരു ഫലപ്രദമായി പ്രവർത്തിക്കുന്ന, ജനങ്ങൾക്ക് വിരുദ്ധ വികാരം ഉണ്ടാക്കാൻ വഴി ഒരുക്കാത്ത ഒരു സർക്കാരായിരുന്നെങ്കിൽ ഈ ഒരു വികാരത്തിനെ പല മടങ്ങായിട്ട് വർദ്ധിക്കുമായിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും തൃശ്ശൂര് ഇതിന്റെ ഏറ്റവും നാടകീയമായിട്ടുള്ള, ഏറ്റവും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഉദാഹരണമായി മാറി. പക്ഷെ അതിനോടൊപ്പം ഈ തൃശ്ശൂരിനോടൊപ്പം നേരത്തെ ഇവരെല്ലാവരും പറഞ്ഞതുപോലെ കേരളമാകെ കാണുന്ന ഈ മാറ്റം, ഇപ്പൊ ഈ BJP-യോടുള്ള ആഭിമുഖ്യം മാത്രമല്ല, കഴിഞ്ഞ തവണ ഈ പറഞ്ഞ പോലെ രമ്യ ഹരിദാസിനെ കാണാൻ ഇടതുപക്ഷത്തു നിന്നുള്ള കോട്ടയിൽ ആൾക്കാർ കൂടിയെന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് ഇത് തന്നെയാണ്. കാരണം ഇത് സർക്കാരിനോട് എതിരായിട്ടുള്ള ഒരു വലിയ ശക്തമായ ഒരു വികാരം ഈ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് അംഗീകരിക്കാത്തതാണ് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ പരാജയം. അതുകൊണ്ട് തന്നെയാണ് അത് സ്വയം പുനർനിർമ്മിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ ശൈലികളിൽ മാറ്റം വരുത്താനോ അതിന്റെ രീതികളിൽ മാറ്റം വരുത്താനോ ഒന്നും ചെയ്യാൻ ശ്രദ്ധിക്കാത്തത് പോലും. ഈ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് നമ്മൾ കാണുന്നത് നിരന്തരമായി ഇടതുപക്ഷത്തിന്, കൊടിപാറ പറഞ്ഞ പോലെ നിരന്തരമായി ഇടതുപക്ഷത്തിനെതിരെ വരുന്ന ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുന്ന രീതിയിൽ ഒരു വിശദീകരണം നൽകുന്നതിൽ പോലും പരാജയപ്പെട്ടിരിക്കുന്നു. എതിർക്കുന്നവരുടെ തലയ്ക്കൊണ്ടയ്ക്ക് കയറുകയോ അവരെ കടക്കുപുറത്ത് പറയുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ ആക്രോശിക്കുകയോ മാത്രമാണ് ഇവിടുത്തെ ഭരണ നേതൃത്വം ചെയ്തിരിക്കുന്നത്. മറുവശത്ത് ക്രിയാത്മകമായിട്ടുള്ള പദ്ധതികളുടെ കാര്യം എന്താണ് ഈ സർക്കാരിന് മുന്നോട്ട് വെക്കാനുള്ളത്? ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അവർ കോവിഡിന്റെയും പ്രത്യേകമുള്ള അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വീണ്ടും അധികാരത്തിലേക്ക് വന്നു എന്നുള്ളത് ഒഴിച്ചാൽ, അതുകൊണ്ട് ഈ വർഷം 4 2020 കഴിഞ്ഞിട്ട് കോവിഡ് കഴിഞ്ഞു. പക്ഷെ ഈ കഴിഞ്ഞ ഈ 3 വർഷത്തിൽ ഗവൺമെന്റിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ, ഗവൺമെന്റിന്റെ ഈ പദ്ധതികൾ കാരണം, ഈ പ്രധാനപ്പെട്ട പരിപാടികൾ കാരണം നിങ്ങൾ ഞങ്ങൾക്കാണ് വോട്ട് ചെയ്തത്, ഞങ്ങളോടൊപ്പമാണ് നിൽക്കേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങൾ വ്യത്യസ്തരാണ്. ഈ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ അത്ഭുതകര ആരോപണങ്ങൾ അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ ഏതാണ്ട് അത്ഭുതകരമായിട്ടുള്ള ഒരു ആവർത്തനമാണ് ഇവിടെ കാണുമ്പോഴൊക്കെ അതിനൊരു വിശദീകരണം പോലും നൽകാൻ ആരും. തീർച്ചയായിട്ടും ഒന്നിനു പുറകെ ഒന്നായി വരുന്ന ഈ ആക്ഷേപങ്ങളുടെയും ആരോപണങ്ങളുടെയും ഒരു വലിയ തിരമാലയുടെ മുകളിൽ നിസ്സഹായരായി നിൽക്കുകയോ അകർമ്മണ്യരായി നിൽക്കുകയോ ചെയ്ത ഒരു സർക്കാരിന് ഇത് കിട്ടാതിരിക്കാൻ മറ്റൊരു വഴിയില്ല. ഇത് ഒരു വലിയ ആഘാതമായിട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതുപോലും ചെയ്യാൻ ഇവിടുത്തെ സർക്കാരോ ഭരണമുന്നണിയോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഒരു സാമാന്യ ബുദ്ധി പോലും അവിടെ പ്രയോഗിക്കുന്നില്ല എന്നുള്ളത്. അവിടെ എനിക്കൊരു ചോദ്യമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പോൾ സർക്കാരിൻ്റെ പ്രവർത്തനം, അതിൻ്റെ വിലയിരുത്തൽ, സർക്കാർ വേണ്ടത്ര ഡെലിവറി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം 2016 മുതൽ 2021 വരെ അധികാരത്തിലിരിക്കെ ചെയ്ത കാര്യങ്ങൾ അതിൻ്റെ തുടർച്ചയുണ്ടോ? ക്ഷേമ പെൻഷൻ മുടങ്ങിയത്, സപ്ലൈകോയിൽ സാധനങ്ങളില്ലാത്തത്, ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ പേരിൽ അവർക്കുണ്ടാകുന്ന അതൃപ്തി, അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിനപ്പുറത്ത് പൊളിറ്റിക്കലായിട്ടുള്ളൊരു ചേഞ്ചിൻ്റെ സൂചനയുണ്ടോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ ബെനിഫിറ്റ് ഉണ്ടാകേണ്ടത് കേരളത്തിൽ വളരെ സജീവമായി നിൽക്കുന്ന UDF എന്ന് പറയുന്നൊരു മുന്നണിക്കാണ്. അത് ഏതാണ്ട് 18 മണ്ഡലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനും സാധിക്കും. പക്ഷേ ഈ 18 മണ്ഡലങ്ങൾ ഉണ്ടാവുമ്പോൾ തന്നെ തൃശ്ശൂരിലൊരു വിജയമുണ്ടാകുന്നു, ആറ്റിങ്ങൽ, ആലപ്പുഴ, ആലത്തൂർ, കണ്ണൂർ, അങ്ങനെ കോഴിക്കോട്, അങ്ങനെ പല മണ്ഡലങ്ങളിലും, എന്തിന് പൊന്നാനിയിൽ വരെ BJPയുടെ വോട്ട് വർദ്ധിക്കുന്നു. അപ്പോൾ അതാണ് ഞാൻ ചോദിക്കുന്നത്, ഈ കേവലമായ ഭരണവിരുദ്ധ വികാരത്തിനെതിരായ പ്രതികരണം എന്നതിനപ്പുറത്ത് കേരളത്തിൽ ഒരു ഹിന്ദുത്വ അജണ്ടയ്ക്കോ അല്ലെങ്കിൽ BJP അനുഭാവമോ ഉണ്ടായി വന്നതിൻ്റെ കുറെ കൂടെ എക്സ്പ്ലിസിറ്റായ പ്രകടനത്തിന് പറ്റിയൊരു കാലാവസ്ഥ ആയി തീർന്നിരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ
ആ ഒരു രാഷ്ട്രീയത്തിലേക്ക് കേരളം മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം, ശ്രീ എം ജി രാധാകൃഷ്ണൻ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ അങ്ങനെ തന്നെ മാറ്റം. ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ പലയിടങ്ങളിലും കാണുന്ന ഒരു വ്യത്യസ്തമായിട്ട്, അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കൊരു വലിയ കൊടുങ്കാറ്റ് വരുന്ന സമയത്ത് എത്രമാത്രം പിടിച്ചു നിൽക്കാൻ, പക്ഷെ ആ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ പിടിച്ചു നിർത്താൻ കഴിയുന്ന അതിന് ഉത്തരവാദപ്പെട്ട പ്രസ്ഥാനങ്ങളിൽ നിന്ന് അവർ ചെയ്യേണ്ട ദൗത്യം അവർ ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത് കൂടുതൽ ആക്കം വർദ്ധിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഈ ഒരു ട്രെൻഡ് വളരെ വളരെ കോമൺ ആണ്. പല കാരണങ്ങളുണ്ട്. അതിപ്പോ രാഷ്ട്രീയത്തിന്റെയോ അല്ലെങ്കിൽ മാത്രമല്ല, ഒരുപാട് സാംസ്കാരികമായ കാര്യങ്ങൾ, സാമൂഹ്യമായ കാര്യങ്ങൾ വളരെ അധികമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ. പക്ഷേ ആ ഒരു മാറ്റത്തിന്റെ ആക്കം വർദ്ധിപ്പിക്കാൻ സ്വന്തം പരാജയങ്ങൾ കൊണ്ട് വളം ഏകുന്നു എന്നുള്ളതാണ് ഈ ഇടതുപക്ഷ സർക്കാരിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് എതിരായിട്ടുള്ള എന്റെ പ്രധാനപ്പെട്ട ആക്ഷേപം. ആ ഒരു മാറ്റത്തിനെ കൂടുതൽ തടഞ്ഞു നിർത്തുന്നതിന് പകരം ആ മാറ്റത്തിന്റെ ആക്കം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ എങ്ങനെയായാലും വർദ്ധിപ്പിക്കുന്നതാണ് ഈ സർക്കാരിന്റെ ഈ പ്രകടനം. അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഏറ്റവും പ്രകടമായി കാണുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. റൈറ്റ്. ശ്രീ ജോർജ് ഇവിടെ പറയാം, ഞാൻ സ്പെസിഫിക് ആയിട്ട് തൃശ്ശൂരിലേക്ക് വരികയാണ്. കാരണം തൃശ്ശൂർ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്ന ഒരാളാണ്. കെ മുരളീധരൻ്റെ തൃശ്ശൂരിലേക്കുള്ള എൻട്രി ഒരുപക്ഷെ ഒരു വലിയ സർജിക്കൽ സ്ട്രൈക്കായി മാറാനുള്ളൊരു സാധ്യതയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് നേമത്ത് കെ മുരളീധരൻ ഇറങ്ങി പൂട്ടിച്ച BJP അക്കൗണ്ട് തൃശ്ശൂരിലേക്ക് കെ മുരളീധരൻ വന്ന് തുറന്നു കൊടുത്തു എന്നുള്ളൊരു ആൻറ്റി ക്ലൈമാക്സിലേക്കാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. തൃശ്ശൂരിൽ ഈ പറയുന്ന വിധത്തിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാക്കിയ സ്വാധീനത്തിന് അപ്പുറത്ത് ക്രിസ്ത്യൻ വിഭാഗങ്ങളിലേക്ക് സംഘപരിവാരത്തിനോ BJPക്കോ കടന്നു കയറാൻ സാധിച്ചിട്ടുണ്ടോ? മൈനോറിറ്റി വോട്ടുകളെ ഇടത് ഐക്യമുന്നണികൾക്കിടയിൽ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് നേട്ടമുണ്ടാക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ടോ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അതിനപ്പുറം ഈ ഇടത് ഐക്യമുന്നണികൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ, ഗ്രൗണ്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും സാധിക്കാത്തൊരവസ്ഥ തൃശ്ശൂരിൽ വന്നു. രാജീവ്, അതിന് മുമ്പൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ കേരളത്തിലൊക്കെ നേരത്തെ MJ പറഞ്ഞതുപോലെ കേരളത്തിൽ ഇടതുപക്ഷം അതിന്റെ ഈ പറഞ്ഞ സംഘപരിവാർ ശക്തികൾക്ക് അല്ലെങ്കിൽ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ ഏറ്റവും ശക്തമായ ഒരു മതിൽ തീർക്കണ്ട അല്ലെങ്കിൽ പ്രതിരോധം തീർക്കേണ്ട ഇടതുപക്ഷം ആ റോള് കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം വരുന്നു. ഒരുപക്ഷെ കോൺഗ്രസിനോടുള്ള ആ ഒരു ആക്രമണോത്സുകത അതിഭയങ്കരമായിട്ട് കേരളത്തിലെ ഒരു സവിശേഷ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിലെ ഭരണം നിലനിർത്തുക എന്ന ഒറ്റ അജണ്ടയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യ ശത്രുവായി പ്രതിഷ്ഠിക്കേണ്ട BJPയേക്കാൾ അവർ ഏറ്റവും ആക്രമിച്ച് തളർത്തുകയും തകർക്കുകയും ചെയ്യേണ്ട പ്രസ്ഥാനമായിട്ട് കോൺഗ്രസിനെ മാറ്റുന്ന ഒരു കാഴ്ച കേരളത്തിൽ അറിഞ്ഞോ അറിയാതെയോ അതങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു പരിധി വരെ BJPക്ക് ഇടതുപക്ഷം നൽകുന്ന പരോക്ഷമായ ഒരു എന്താ പറയാ ഒരു ഗ്രൗണ്ടായിട്ട് മാറുന്നുമുണ്ട്. അവിടെ അത് കോൺഗ്രസിൻ്റെ കാര്യത്തിലും സത്യമാണല്ലോ. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഇടതുമുന്നണിയാണെങ്കിലും UDF ആണെങ്കിലും രണ്ടുപേർക്കും പരസ്പരം കേരളത്തിൽ അധികാരം കിട്ടാൻ മത്സരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും CPM കൂടുതൽ ആക്രമിക്കുക കോൺഗ്രസിനായിരിക്കും, കോൺഗ്രസ് തിരിച്ചും CPM ആയിരിക്കുമല്ലോ ആക്രമിക്കുക. അതിൽ രണ്ടുപേർക്കും തുല്യ അവസരവും തുല്യ അവകാശവുമാണ് ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഈ പോരാട്ടത്തിൽ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്താ? ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ഇടതുപക്ഷം ഈ തോക്ക് കോൺഗ്രസിന് നേരെ മാത്രം അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് കൂടി BJPയേക്കാൾ വലിയ ആക്രമണം കോൺഗ്രസിന് നേരെ, രാഹുൽ ഗാന്ധിക്ക് നേരെയൊക്കെ തിരിച്ചു വെച്ചതോടെ ഇവിടുത്തെ വോട്ടർമാർ മനസ്സിലാക്കിയൊരു സത്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവർ യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണോ? ഇവിടെ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പല്ലോ, നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലല്ലോ ഇത്. അപ്പൊ കേന്ദ്രത്തിൽ ഒരു റോള് നിർവഹിക്കാനുള്ളത് യഥാർത്ഥത്തിൽ ഇടതുമുന്നണിക്കാണോ? അല്ലെങ്കിൽ ഇടതുമുന്നണി 100% ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? അങ്ങനെ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ കേന്ദ്രത്തിലേക്ക് അവർക്ക് എന്തിനു വോട്ട് നൽകണം? അപ്പൊ ഇവിടെ പോരാട്ടം BJPയും കോൺഗ്രസും തമ്മിലായി എന്നുള്ള ആ രീതിയിലേക്ക് പരിണമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് സത്യത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്തപ്പോൾ സംഭവിച്ചത്. അതായത് തൃശ്ശൂർ ഒഴിച്ചുള്ള ബാക്കിയുള്ള മണ്ഡലങ്ങളിലെല്ലാം ഈ പറഞ്ഞ അഡ്വാൻറ്റേജ് കോൺഗ്രസിനും UDFനും കിട്ടി. തൃശ്ശൂരിലാവട്ടെ ഈ അഡ്വാൻറ്റേജ് അതിനകത്ത് നിഷ്പക്ഷ വോട്ടർമാർ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടർമാർ മറ്റെല്ലാ മണ്ഡലങ്ങളിലും UDFനൊപ്പം ഒരു പോളറൈസേഷൻ സംഭവിച്ചപ്പോൾ തൃശ്ശൂരിൽ ആ ന്യൂനപക്ഷ പോളറൈസേഷൻ വളരെ കൃത്യമായിട്ട് BJPക്ക് അനുകൂലമായിട്ട് ഭവിച്ചു, എക്സെപ്റ്റ് ഗുരുവായൂർ.
ഗുരുവായൂർ മണ്ഡലത്തിൽ മാത്രമാണ്, തൃശ്ശൂർ ഗുരുവായൂർ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം വോട്ടുള്ളത്, ചാവക്കാട് അടങ്ങുന്ന ആ മുസ്ലിം ബെൽറ്റ്. ആ ബെൽറ്റില് ഇദ്ദേഹത്തിന് മുരളീധരന് 14,000-ലധികം വോട്ടിന്റെ ലീഡ് കിട്ടി. നേരെ മറിച്ച് ബാക്കിയെല്ലാം ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിൽ ഒരിടത്ത് പോലും ഒല്ലൂരും മണലൂരും അടങ്ങുന്ന ആ ക്രിസ്ത്യൻ ഭൂരിപക്ഷ, തൃശ്ശൂരും അടങ്ങുന്ന ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിൽ ഒരിടത്തും ആ രീതിയിലുള്ള ഒരു അഡ്വാൻറ്റേജ്, ആ ന്യൂനപക്ഷങ്ങളുടെ ആ ഒരു പിന്തുണ ഈ പറഞ്ഞ മുരളീധരന് കിട്ടിയില്ല. അതെന്തുകൊണ്ടായിരിക്കും? ഞാൻ പറഞ്ഞത് കേന്ദ്രത്തിലേക്ക് ഉള്ള പോരാട്ടം എന്നുള്ള നിലയ്ക്ക് പോരാട്ടം UDF-ഉം NDA-യും തമ്മിലായി ഒരു വലിയ പരിധി വരെ. അതിൽ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും വലിയൊരളവോളം UDF-നൊപ്പം നിന്നപ്പോഴും തൃശ്ശൂരിൽ ആ പോളറൈസേഷന്റെ അഡ്വാൻറ്റേജ്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വലിയൊരു പിന്തുണ സുരേഷ് ഗോപിക്ക് അനുകൂലമായി പോയി. അത് ഒരു പരിധി വരെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ, അദ്ദേഹം കൂടുതൽ നല്ലൊരു മനുഷ്യനാണ്, അത് രാഷ്ട്രീയക്കാരനേക്കാൾ എന്നതിലുപരി കുറെ കൂടി മനുഷ്യത്വമുള്ള, കുറെ കൂടി വൈകാരികതയുള്ള, ആളുകളുടെ വേദനകൾക്കൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ളൊരു ഇമേജും സുരേഷ് ഗോപിയെ സഹായിച്ചിട്ടുണ്ട്. അതിനൊപ്പം ഈ രീതിയിലുള്ള ആ ഒരു പോളറൈസേഷന്റെ അഡ്വാൻറ്റേജ്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് വൻതോതിൽ വോട്ട് ഷിഫ്റ്റിംഗ് സുരേഷ് ഗോപിക്ക് അനുകൂലമായി സംഭവിച്ചിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ 4,12,000 വോട്ട് എന്നുള്ളിടത്തേക്ക് സുരേഷ് ഗോപിക്ക് എത്തിപ്പെടാനേ പറ്റില്ല. അതായത് ഹിന്ദു വോട്ട് ഒരു 6 ലക്ഷത്തിലധികമുള്ള തൃശ്ശൂരില് അതിന്റെ 50% പിടിച്ചാൽ പോലും അദ്ദേഹത്തിന് ഒരു 3 ലക്ഷത്തിൽ ചെല്ലാൻ വോട്ടേ കിട്ടുള്ളൂ. ബാക്കി 4,12,000 വോട്ടിലേക്ക് അദ്ദേഹത്തിന് എത്തണമെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ വോട്ടിൽ നിന്ന് 50%-ലധികം ഹിന്ദു വോട്ട് പിടിച്ചിട്ടില്ല എന്നതിന്റെ തെളിവ് സുനിൽ കുമാറിന്റെ വോട്ടിൽ കാര്യമായ മാറ്റം വന്നിട്ടില്ല. ഹിന്ദു വോട്ടിന്റെ സെക്കൻഡ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ഇടതുപക്ഷമാണ്. അപ്പൊ അവരുടെ ഹിന്ദു വോട്ട് ബാങ്കിലുള്ള അവരുടെ ഷെയറിൽ കാര്യമായ കുറവ് വന്നിട്ടില്ല. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് ഹിന്ദു വോട്ട് ബാങ്കിൽ അവർ തന്നെ പ്രതീക്ഷിച്ച ഒരു 15% താഴെയാണ്, ഒരു 90,000 വോട്ട് വരെ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. അപ്പൊ എവിടുന്നാണ് ഈ സിസ്റ്റം വോട്ടുകൾ വന്നത്? മുസ്ലിം വോട്ടുകളിൽ കാര്യമായി കിട്ടില്ല എന്നുള്ള ഉറപ്പിക്കാം. അപ്പോൾ തൃശ്ശൂരിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിലെല്ലാം UDF-ന് അനുകൂലമായി വളരെ കൃത്യമായി നിന്ന ക്രിസ്ത്യൻ വിഭാഗങ്ങൾ തൃശ്ശൂരിൽ മാത്രം നേരെ വിപരീതമായ ഒരു സ്റ്റാൻഡ് എടുത്ത് വൻതോതിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി അങ്ങോട്ട് ഒരു സമുദായത്തിന്റെ വോട്ട് ആർക്കും ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ല, ഗ്യാരണ്ടി ഇല്ല. ഏത് സമയത്തും സ്ഥാനാർത്ഥിയുടെ പെർഫോമൻസ്, വ്യക്തിപരമായ വൈശിഷ്ട്യം, ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ പരിസ്ഥിതി, ഇതൊക്കെ പരിഗണിച്ച് എവിടെയും എപ്പോഴും വേണമെങ്കിൽ മാറി ചിന്തിക്കാവുന്ന രീതിയിൽ കേരള സമൂഹം പരിണമിച്ചുകൊണ്ടിരിക്കുന്നു. സോളിഡ് വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഇനി അങ്ങോട്ട് ഇതുവരെ വർക്ക് ചെയ്ത പോലെ വർക്ക് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല രാജീവ്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ കാണിക്കുന്നത്. അതിന്റെ ഉദാഹരണം തന്നെയാണ് ആറ്റിങ്ങലിലും ആലത്തൂരിലും ഒക്കെ സംഭവിച്ചത്. ഇത് മനസ്സിലാക്കാൻ മുന്നണികൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഒരുപക്ഷെ കാലം അവരെ പഠിപ്പിക്കുന്നത് അത്ര വിദൂരത്താവില്ല, ഇതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകും. എം ജി രാധാകൃഷ്ണൻ, നമ്മൾ ഈ സിറ്റുവേഷനിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ എത്രമാത്രം ഗൗരവത്തോടെ ഈ രാഷ്ട്രീയ സാഹചര്യത്തെ നമ്മളുടെ കേരളത്തിലെ മുന്നണി നേതൃത്വങ്ങൾ, അതിന് നേതൃത്വം നൽകുന്ന പാർട്ടികൾ കാണും എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിന് ശേഷം CPM നടത്തിയൊരു വലിയ ശ്രമമുണ്ട്. വലിയ ഗൃഹസന്ദർശനം നടത്തുന്നു, കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നു, ഇതൊക്കെ നടത്തിയിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്നത് ഒരു ഭരണത്തുടർച്ച ഉണ്ടായതിന് ശേഷം ഗ്രൗണ്ട് ലെവലിലെ ആക്ടിവിറ്റീസ് വലിയ തോതിൽ CPM-ൻ്റെയോ ഇടതുപക്ഷത്തിനോ ഇല്ലാതാവുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു ആൾക്കൂട്ടം ഒരു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഒരുമിച്ച് ചേരുകയും അതിലുണ്ടാകുന്നൊരു വിജയത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണാറ്. ഇപ്പോൾ ഈ 2024 സന്ദേശം എത്രമാത്രം ഗൗരവത്തോടെ കേരളത്തിലെ ഇടത് ഐക്യമുന്നണിയുടെ നേതൃത്വങ്ങൾ കാണും എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഐക്യമുന്നണി ഐക്യജനാധിപത്യ മുന്നണി എന്തായാലും ഒരു വിജയത്തിന്റെ ആറാടി നിൽക്കുന്നതായതുകൊണ്ട് അവർ ചിലപ്പോൾ ഒരു പക്ഷേ അതിനൊരു വ്യത്യസ്തമായി ചിന്തിക്കുകയോ അല്ലെങ്കിൽ വേണ്ടി ശ്രമിക്കുകയോ ഒക്കെ ചെയ്യും. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു മാറ്റത്തിനെ ഉൾക്കൊള്ളുമോ എന്നുള്ളതിനെ പറ്റി എനിക്ക് സംശയമുണ്ട്. പക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരുപക്ഷെ ഇതൊരു
ഒരു എന്താ പറയുക, ഒരു എക്സിസ്റ്റൻഷ്യൽ ഇഷ്യൂ ആയിട്ട് അവരുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് തിരിച്ചറിയുമോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഇന്ന് സംശയമുണ്ട്. കാരണം ഒരിക്കലും ഇല്ലാത്ത പോലെയുള്ള ഒരു അമിത അധികാര കേന്ദ്രീകരണം നടന്നിരിക്കുന്ന ഒരു സംഘടനയ്ക്ക് ഉള്ള പ്രശ്നം അഭിപ്രായ വ്യത്യാസങ്ങളെയോ അഭിപ്രായ വൈജാത്യങ്ങളെയോ അല്ലെങ്കിൽ ഭിന്നാഭിപ്രായങ്ങളെയോ ഒന്നും സഹിഷ്ണുതയോടെ കാണാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഒരു സംഘടന നീങ്ങിയിരിക്കുന്ന ഒരു കാലമാണിത്. അതുകൊണ്ട് തന്നെ പാർട്ടി സംഘടന അടിമുടി ഈ പറഞ്ഞ പോലെ ഒരു സുതാര്യതയില്ലാത്ത, പരസ്പര എന്താ പറയാ വിനിമയമില്ലാത്ത, സുഖമില്ലാത്ത കാര്യങ്ങൾ പറയുന്നതിനോട് കാണിക്കുന്ന ഒരു അസഹിഷ്ണുത, ഇതെല്ലാം വന്നിരിക്കുന്ന ഒരു ടിപ്പിക്കൽ അവസ്ഥയിലാണ് ഇന്ന് സംഘടന എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ പല സംഘടനകളുടെ ചരിത്രത്തിൽ അത് ഉണ്ടായിട്ടുണ്ട്. ആ സംഘടനയുടെ ഉള്ളു കൊള്ളയാവുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത് ഉണ്ടാവുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുമോ മാറുമോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വാസ്തവത്തിൽ അത്ര ശുഭാപ്തി വിശ്വാസമല്ല എന്നുള്ളത്. കാരണം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, സംഘടനയുടെ സാഹചര്യം അങ്ങനെയാണ്. മുമ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു അവസ്ഥയാണിത്. നേതൃത്വത്തിനെതിരെ ചോദ്യം ഉന്നയിക്കുക എന്നുള്ളത് മാത്രമല്ല, അഭിപ്രായ വ്യത്യാസം പോലും പറയുന്നത് പാർട്ടിക്കുള്ളിലോ പാർട്ടിക്ക് പുറത്തോ ഉള്ളവരോട് സ്വീകരിച്ചിരിക്കുന്ന ശത്രുതാപരമായ സമീപനം പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ഇതിനു മുമ്പ് കുറച്ചു കാലമായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 10-20 വർഷമായിട്ട് അത് അതിന്റെ പരമ കാഷ്ടയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് സംശയമാണ്. പിന്നെ 2019 നടത്തിയ തിരിച്ചടിയിൽ നിന്ന് അവർ നടത്തിയ തിരുത്തലുകൾ അത്ര ഒരു ആരോഗ്യകരമായ തിരുത്തലുകളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശബരിമല മുതലായ പ്രശ്നങ്ങളിൽ സ്വീകരിച്ചിരുന്ന വളരെ ആശയാധിഷ്ഠിതമായിട്ടുള്ള വളരെ പുരോഗമനപരമായ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയി ഞങ്ങൾ അനുരഞ്ജനത്തിന് തയ്യാറാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് മാറിയതാണ് അന്ന് നടത്തിയിരിക്കുന്ന ഏക ഒരു തിരുത്തൽ പരിപാടി. അത് അത്ര നല്ലതാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ ഭരണരീതിയിലേക്ക് മാറ്റം വരുത്താനോ അങ്ങനെയുള്ള വ്യവസ്ഥകളിൽ പുതിയ ആശയങ്ങൾ ആവിഷ്കരിക്കാനോ ഒക്കെ ഇടതുപക്ഷത്തിന് ഇങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തെ സ്പർശിച്ച ഒരുപാട് വലിയ ബിഗ് ടിക്കറ്റ് ചേഞ്ചസിന് കാരണഭൂതരായിട്ടുള്ള ഒരു പാരമ്പര്യമുള്ളതാണ്. പക്ഷെ കഴിഞ്ഞ കുറെ കാലമായിട്ട് അതൊന്നുമില്ല. അപ്പോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സക്രിയമായിട്ടുള്ള ഏതെങ്കിലും നല്ല രീതിയിലുള്ള ഒരു മാറ്റം വരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും അപകടകരമാണ്. പക്ഷേ ഈ ഭൗതിക സാഹചര്യം നോക്കുമ്പോൾ, പാർട്ടിയുടെ വസ്തുനിഷ്ഠമായിട്ടുള്ള സാഹചര്യം നോക്കുമ്പോൾ അതിനുള്ള ഒരു സ്പേസ് ഇല്ലാതെ വന്നിരിക്കുന്ന ഒരു കാലമാണ് അത്. പക്ഷേ മാറിയേക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. റൈറ്റ്. സി ജോർജ് കൂടി പറഞ്ഞ നേരത്തെ ചോദിച്ച കാര്യം, അതായത് തൃശ്ശൂർ പോലൊരു മണ്ഡലത്തിൽ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് സംഘടനാ ദൗർബല്യങ്ങളുണ്ട്. അവർക്ക് ഗ്രൗണ്ടിൽ നിന്നുള്ള യഥാർത്ഥ വിവരങ്ങൾ ഒരുപക്ഷെ കൃത്യസമയത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. പക്ഷേ ഇടതുപക്ഷത്തെ സംബന്ധിച്ചുള്ള മുൻധാരണകൾ അങ്ങനെയല്ല. അവർക്ക് ഗ്രൗണ്ടിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ ലഭിക്കും എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനിച്ചിരുന്നത്. അതൊന്നും ഈ തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ സംഭവിച്ചില്ല. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ ആറ്റിറ്റ്യൂഡിലുണ്ടായ മാറ്റം, അവരുടെ വോട്ടിംഗ് പാറ്റേണിലുണ്ടായ ഷിഫ്റ്റ്, അതിനുള്ളൊരു സാധ്യത, ഇതൊന്നും അവർ തിരിച്ചറിഞ്ഞില്ല എന്നാണ്. ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ച കാര്യം, കോൺഗ്രസിന് ഇതൊന്നും മനസ്സിലാക്കാനുള്ള അവരുടെ സംഘടനാ സംവിധാനം തൃശ്ശൂരാണ്. ഇപ്പൊ കേരളത്തില് കോൺഗ്രസിന്റെ ഒരു സംഘടനാ സംവിധാനം പരിശോധിച്ചാൽ ഏറ്റവും ദുർബലമായ സംഘടനാ സംവിധാനമുള്ള ഒരു ജില്ലയാണ് തൃശ്ശൂർ. പ്രത്യേകിച്ച് ഏറ്റവും ദുർബലമായ ജില്ലാ നേതൃത്വമുള്ള ഒരു സ്ഥലവും തൃശ്ശൂർ എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഇതൊന്നും കൃത്യമായിട്ട് നിരീക്ഷിക്കാനോ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് എന്തെങ്കിലും തടയിടാനോ പ്രവർത്തിക്കാനോ ഒന്നും അവരെ കൊണ്ട് സാധിക്കുന്ന അത്ര എളുപ്പമല്ല. മുരളീധരനാണെങ്കിൽ വളരെ വൈകി വന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഇത്തരം പ്രശ്നങ്ങളിലേക്കൊന്നും ചെല്ലാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. നിലവിലുള്ള ഇതെന്താണോ അതിനെ ഉപയോഗിച്ച്, പിന്നെ സ്വന്തം വ്യക്തിത്വത്തെ കൂടുതൽ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും ജയത്തിലേക്ക് എത്തുക എന്ന ഒരു രീതി മാത്രമേ അദ്ദേഹത്തിന് അവലംബിക്കാൻ കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് പല ഘട്ടങ്ങളിലും ഇപ്പൊ പഴയതുപോലെ കാര്യങ്ങളെ കാണാൻ ഇടതുപക്ഷത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ CPM-നായാലും CPI-ക്കായാലും ഇത്തരം രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ, ഗ്രാസ് റൂട്ട് ലെവലിൽ നടക്കുന്ന ഇത്തരം മാറ്റങ്ങളെ, വോട്ടർമാരുടെ മനസ്സിലുണ്ടാകുന്ന ഇത്തരം വൈകാരികതയെ അല്ലെങ്കിൽ പ്രതികരണങ്ങളെ അവർ മാറി ചിന്തിക്കുന്നു എന്ന് തിരിച്ചറിയാനും അതിനനുസരിച്ച് ഏതെങ്കിലും രീതിയിൽ പ്രവർത്തിക്കാനോ ആ ഒരു രീതിയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ റെക്ടിഫിക്കേഷൻ നടത്താനുള്ള ഒരു സന്നദ്ധതയൊന്നും പലപ്പോഴും പാർട്ടിക്ക് ഉണ്ടാവുന്നില്ല. ഗ്രൗണ്ട് ലെവലിൽ പാർട്ടിയുടെ അസസ്മെന്റുകളൊന്നും ക്ലിയർ ആവാത്തതിന്റെ കാരണം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നത് സുനിൽകുമാർ വിജയിക്കും എന്ന് തന്നെയാണ്. അത് നല്ല മാർജിനിൽ വിജയിക്കുമെന്ന് വിശ്വസിച്ചു. പക്ഷെ സംഭവിച്ചത് എന്താണ്?
കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ച് വോട്ട് കൂടി എന്നതിനപ്പുറത്തേക്ക് സുനിൽകുമാർ വിജയത്തിന് അടുത്തെങ്ങും എത്തിയില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അവരുടെ ഗ്രൗണ്ട് ലെവൽ അസസ്മെന്റ്സ് അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് ഒന്നും പഴയ പോലെ ക്ലാരിറ്റിയോ അല്ലെങ്കിൽ പ്രസിഷനോ ഉള്ളതല്ല എന്നത് വ്യക്തമാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ നേരത്തെ പലരും ഇപ്പൊ പറയുന്നത് പോലെ കഴിഞ്ഞ തവണ കിട്ടിയ കോൺഗ്രസിന് TN പ്രതാപന് കിട്ടിയ ആ 1,00,000 വോട്ട് അല്ലെങ്കിൽ അതിന് 1,00,000-അടുത്ത് വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ഈ തവണ ഈ പറഞ്ഞ സുരേഷ് ഗോപി വിജയിച്ചിരിക്കുന്നത്. അപ്പൊ കോൺഗ്രസിന്റെ വോട്ടുകൾ ചോർന്നത് കൊണ്ടാണ് കോൺഗ്രസിന് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടുകൾ അതേപടി ഈ തവണ കിട്ടാതെ അത് സുരേഷ് ഗോപിയുടെ എന്താ പറയാ പെട്ടിയിലേക്ക് പോയി. അപ്പൊ കോൺഗ്രസിനകത്തുണ്ടായ ചോർച്ചയാണ് ഈ തൃശ്ശൂരിൽ പരാജയത്തിന് കാരണം എന്ന് പറഞ്ഞാൽ BJPയും കോൺഗ്രസും തമ്മിൽ എന്തെങ്കിലും ബാന്ധവം ഉണ്ടായോ അല്ലെങ്കിൽ ഒരു ധാരണയുണ്ടാക്കിയോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയും വോട്ടുകൾ ചോരുന്നത്? സത്യത്തിൽ ഞാൻ പറയുന്നത് കോൺഗ്രസും BJPയും തമ്മിൽ തൃശ്ശൂർ മാത്രമായിട്ടൊരു ധാരണയ്ക്ക് യാതൊരു സാധ്യതയില്ല. കാരണം ഇവിടെ ഈ പറഞ്ഞ ഇടതുമുന്നണിയെ തൃശ്ശൂരിൽ മാത്രം തോൽപ്പിച്ചിട്ട് അവർക്കൊന്നും നേടാനുമില്ല. അപ്പൊ അത്തരത്തിലുള്ള യാതൊരു ധാരണയും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പിച്ച് പറയാം. കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ BJP വരാതിരിക്കാൻ കോൺഗ്രസിന് അകത്ത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെല്ലാം ഒരുപക്ഷെ പ്രതാപനായിരുന്നെങ്കിൽ അവരുടെ ആ ഒരു ഒത്തൊരുമ ഇതിന്റെ 1/3 പോലും ഉണ്ടാകില്ലായിരുന്നു. പാർട്ടിക്കകത്ത് TN പ്രതാപനെതിരെ അതിശക്തമായ വികാരം ഉണ്ടായിരുന്നതും എനിക്കറിയാം. ഞാൻ തൃശ്ശൂർക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ നേരിട്ട് അനുഭവിച്ച ആളാണ്. നേരെ മറിച്ച് മുരളി വന്നതോടുകൂടി അത്തരം കാര്യങ്ങളെല്ലാം മാറിപ്പോവുകയും കോൺഗ്രസ്സുകാർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളൊരു വസ്തുതയാണ്. ഒരു വോട്ടും പാർട്ടിക്കാരായ ആരുടെയും വോട്ടുകൾ ചോരാതിരിക്കാൻ അവർ പരമാവധി ശ്രമിച്ചു എന്നുള്ളതും സത്യമാണ്. പക്ഷെ സംഭവിച്ചത് കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടിക്ക് വോട്ട് ചെയ്തിരുന്ന ആളുകൾ, അത് പാർട്ടി പ്രവർത്തകരുടെ വോട്ടുകളല്ല, ഞാൻ പറയുന്നത് പാർട്ടി കോൺഗ്രസ്സുകാരായിട്ടുള്ള പുരുഷന്മാര് അല്ലെങ്കിൽ വീടുകളിൽ അവിടുത്തെ സ്ത്രീകളും അവിടുത്തെ അമ്മമാരും ഭാര്യമാരും അതുപോലെ തന്നെ പെൺമക്കളും ഒക്കെ നല്ല രീതിയിൽ സുരേഷ് ഗോപിക്ക് വോട്ട് കൊടുത്തിട്ടുണ്ട്. അത് പാർട്ടി വീടുകളിലെ എല്ലാ വോട്ടും കോൺഗ്രസിന് കിട്ടിയാലും UDFന് കിട്ടാതെ പോയി എന്നുള്ളതാണ് ഇത്തവണ സംഭവിച്ചത്. ആ രീതിയിലാണ് കോൺഗ്രസിന്റെ വോട്ട് ചോർന്നത്. പാർട്ടി എന്നുള്ള നിലയ്ക്ക് അല്ല ചോർന്നത്, മറിച്ച് പാർട്ടിക്ക് പണ്ട് വോട്ട് ചെയ്തിരുന്ന ആളുകൾ, ഒരു പക്ഷേ സുരേഷ് ഗോപി അല്ല വേറെ ഏതെങ്കിലും ഒരു BJP സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ആ വോട്ടുകൾ കിട്ടില്ല, അതിലൊരു പകുതി വോട്ട് പോലും കിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ സുരേഷ് ഗോപി ഒരു വേറിട്ട മനുഷ്യനാണ്, വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വോട്ട് ഇരിക്കട്ടെ. മാത്രമല്ല അദ്ദേഹം ഈ ആദ്യം മുതലേ തന്നെ ഈ 400 സീറ്റ് BJPക്ക് അല്ലെങ്കിൽ NDAക്ക് 400 സീറ്റ് കിട്ടും എന്ന ഒരു പ്രൊപ്പഗാൻഡ വളരെ ശക്തമായിട്ട് വന്നപ്പോൾ എന്തായാലും ഈ CPM കോൺഗ്രസ് ഒന്നും ഭരണത്തിലെത്താൻ പോകുന്നില്ല, മറിച്ച് സുരേഷ് ഗോപി ജയിച്ചാൽ ഒരു കേന്ദ്രമന്ത്രിയാകും എന്ന ആ ശക്തമായ പ്രചരണം. അപ്പൊ തൃശ്ശൂരിന്റെ വികസനത്തിന് ഒരു കേന്ദ്രമന്ത്രിയാകട്ടെ, അദ്ദേഹം വന്നാൽ കുറെ മാറ്റങ്ങൾ വരും എന്ന രീതിയിൽ തൃശ്ശൂരിലെ വ്യാപാരി വ്യവസായി സമൂഹത്തിൽ നിന്നും നല്ലൊരു ശതമാനം വോട്ടുകൾ അദ്ദേഹത്തിലേക്ക് പോയി എന്നതൊരു വസ്തുതയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ, അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ആർക്കും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് വോട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ആ അവസ്ഥയാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. അതായത് പെർഫോമൻസിനാണ് വോട്ട് ഒരു വലിയ അളവിൽ. എത്രത്തോളം ആ മനുഷ്യൻ ഞങ്ങളോടൊപ്പം നിൽക്കുന്നു, മണ്ഡലത്തിനൊപ്പം നിൽക്കുന്നു, മണ്ഡലത്തിന് വേണ്ടിയുള്ള സാധ്യത എന്താണ് അയാളെ തെരഞ്ഞെടുത്താൽ. ഈ ഒരു സാധ്യതയ്ക്ക് വല്ലാതെ പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു പുതിയ കാല ചിന്തയുമായിട്ട് വോട്ടർമാർ മാറുന്ന കാഴ്ചയാണ് സത്യത്തിൽ ഈ മുന്നണികൾ രണ്ടും മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാകാതെ പോകുന്നു എന്നിടത്താണ് വടകരയിൽ ഷാഫിയെ പോലുള്ള ഒരു വലിയ പെർഫോമർ ചെന്നപ്പോ കൊത്തളങ്ങളെല്ലാം ഒന്നോടെ ഇളകി ആ മനുഷ്യന് 1,00,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയത്. KK ശൈലജ ടീച്ചറെക്കാൾ ഒരു നല്ല കാൻഡിഡേറ്റിനെ CPMന് ഫീഡ് ചെയ്യാനുണ്ടോ വടകരയിൽ? എന്നിട്ട് പോലും പാലക്കാട് നിന്ന് ചെന്ന വടകരയിൽ ഒരു ഗ്രൗണ്ടും ഇല്ലാത്ത ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ആ കരിസ്മ കൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയുക യുവത്വത്തിന്റെയും അതുപോലെ തന്നെ ആ ഒരു ഇതുകൊണ്ട് വടകരയെ ഇളക്കി മറിച്ച് 1.25 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ KK ശൈലജ ടീച്ചർ എന്ന് പറയുന്ന ഒരു ബിഗ് ഷോട്ടിനെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഇതിനെ അസസ് ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയാണ് ഇതിനെ അനലൈസ് ചെയ്യാൻ പറ്റുന്നത്? പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനപ്പുറത്താണ് ഇപ്പോഴത്തെ വോട്ടിംഗ് പാറ്റേൺ പോകുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ചിന്തിക്കേണ്ടത്. BJPയുടെ വോട്ട് 20% നിന്ന് മുകളിലേക്ക്, അല്ലെങ്കിൽ 10%, 12%, 14%, ഇപ്പൊ ഏതാണ്ട് 20% അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു 10-20 മണ്ഡലങ്ങളിലെങ്കിലും അത് 25% മുകളിലായി മാറുമ്പോൾ ഇരു മുന്നണികളും ഇനി വരും കാലത്ത് അവരെ
ഇപ്പൊ ഭയപ്പെടുന്ന പോലെ ഭയപ്പെട്ടാൽ പോരാ. ഒരുപക്ഷെ കേരളത്തിന്റെ ആ ഒരു രാഷ്ട്രീയം തന്നെ, അതിന്റെ സ്വഭാവം തന്നെ മാറ്റിയെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് BJPയുടെ ശക്തി വർദ്ധിക്കുന്നു. അത് ആരെയാണ് കൂടുതൽ ബാധിക്കുക, അല്ലെങ്കിൽ ആരുടെ സ്വപ്നങ്ങളാണ്, അല്ലെങ്കിൽ ആരുടെ നിലനിൽപ്പിനെയാണ്, അസ്തിത്വത്തെയാണ് ബാധിക്കുക എന്ന് ഇതുവരെ LDFന് ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. ചോരുന്ന BJPയിലേക്ക് ചോരുന്ന നേതാക്കളെല്ലാം UDFിൽ നിന്ന്, അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന്, ചോരുന്ന വോട്ടുകളെല്ലാം UDFിൽ നിന്ന് അല്ല എന്ന വസ്തുത UDFന് 1 ലക്ഷമോ 1.5 ലക്ഷമോ ഒക്കെ വോട്ട് ആയി വർദ്ധിക്കുമ്പോഴും അവിടെ ചോർന്നു, എന്നിട്ടും UDFന്റെ വോട്ടുകളാണ് ചോർന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുക? പല സ്ഥലത്തും കൂടുതൽ വോട്ടുകൾ ചോർന്നത് LDFിൽ നിന്നാണ്. ആ ചോർന്നതിന്റെ ആനുകൂല്യം UDFിനേക്കാൾ കൂടുതൽ കിട്ടിയത് BJPക്ക് ആണ് എന്നതും ഒരു വസ്തുതയാണ്. ആ വസ്തുതയാണ് നമ്മൾ മുൻവിധികളില്ലാതെ കൃത്യമായി മനസ്സിലാക്കി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതും ഉണർന്ന് അതിനെതിരെ നിൽക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും എന്നാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ചുവരെഴുത്തായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ്. റൈറ്റ്. ശ്രീ KG ജേക്കബ്, ഇപ്പോൾ തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ നേരത്തെ ജേക്കബ് പറഞ്ഞതും ഇപ്പോൾ ജോർജ് പടിപ്പാറ സൂചിപ്പിക്കുന്നതായിട്ടുള്ള സുരേഷ് ഗോപി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് കിട്ടിയ, അല്ലെങ്കിൽ ഒരു താരത്തിന് കിട്ടിയ, അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച പ്രൊപ്പഗാൻഡയ്ക്ക് കിട്ടിയ ഒരു വലിയ വോട്ട് അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കാം. പക്ഷെ അപ്പോഴും നമ്മളിപ്പോൾ 2021 നിയമത്തെ BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കുമ്പോൾ പോലും കേരളത്തിലെ, അത് കോൺഗ്രസ്സിലായാലും ഇടതുപക്ഷത്തായാലും CPMലായാലും ഒക്കെ BJPയിലേക്ക് ചായാൻ ഇടയുള്ള വലിയൊരു ജനസമൂഹമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ആ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് തൃശ്ശൂർ നൽകുന്നൊരു സന്ദേശമുണ്ട്. കാരണം ഒരു ലോക്സഭാ സീറ്റിൽ BJP ജയിച്ചിരിക്കുന്നു. ഒരു ലോക്സഭാ സീറ്റിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ ആ ലോക്സഭാ സീറ്റിൽ നിന്ന് വരുന്ന 6 നിയമസഭാ മണ്ഡലങ്ങളിൽ ജയിക്കുന്നു. തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെ മണ്ഡലത്തിൽ 2ാം സ്ഥാനത്ത് വരുമ്പോൾ 4ഓ 5ഓ നിയമസഭാ സീറ്റുകളിൽ മുമ്പിലെത്തുന്നു. ആറ്റിങ്ങലിൽ വളരെ അടുത്തൊരു 3ാം സ്ഥാനത്തേക്ക് എത്തുമ്പോൾ 1ഓ 2ഓ മണ്ഡലങ്ങളിൽ BJP മുന്നിലെത്തുന്നു. അപ്പോൾ ടോട്ടൽ ഒരു 11ഓ 12ഓ മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ BJPക്ക് ലീഡ് കിട്ടുന്നൊരവസ്ഥ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഈ ഒരു വികാരം ഈ BJPയിലേക്ക് വേണമെങ്കിൽ ചായാം എന്ന് ചിന്തിച്ചിരിക്കുന്ന ആളുകളുടെ മനസ്സിലുണ്ടാക്കാനിടയുള്ളൊരു ഷിഫ്റ്റുണ്ട്. ഇതൊക്കെ ഒരു രാഷ്ട്രീയമായ മാറ്റത്തിൻ്റെ സൂചനയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അത് എത്രത്തോളം ഉൾക്കൊള്ളുന്നുണ്ടെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇല്ലേ? അതിൻ്റെ റിഫ്ലക്ഷൻസ് കാണുന്നുണ്ടോ ഈ കഴിഞ്ഞ കാലത്തിൽ എപ്പോഴെങ്കിലും കേരളത്തിൽ നിന്ന്? അതിൻ്റെ ഒരു കാര്യം, എനിക്കൊന്ന് കുറച്ച് സമയം വേണ്ടി വരും പറയാൻ വേണ്ടി. ഒരു കാര്യം, കേരളത്തെ സെക്കുലറാക്കി നിർത്തുക എന്നുള്ളത് ഇടതുപക്ഷത്തിന് മാത്രം ആവശ്യമല്ല. നേരത്തെ ജോർജ് പറഞ്ഞു, പിന്നെ ഇടതുപക്ഷം കോൺഗ്രസിനെ ആക്രമിച്ചു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ. എനിക്ക് തോന്നുന്നത് കോൺഗ്രസിനെ ഇടതുപക്ഷം ആക്രമിച്ചുകൊണ്ടിരുന്നത് വളരെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പോളിസി വിഷയങ്ങളിൽ മാത്രമാണ്. അതായത് അതിൽ പറഞ്ഞ ഒരു കാര്യം CAA ബന്ധപ്പെട്ട നയം. കാരണം അപ്പോൾ ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ആ CAA റൂൾസ് വന്നതും അത് വെച്ച് സർക്കാർ പിന്നെ നടപടിയെടുത്ത് തുടങ്ങിയതും. അതുകൊണ്ട് അപ്പം അന്നത്തെ ആഭ്യന്തരമന്ത്രി, ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ക്രോണോളജി സമുച്ചലിജി എന്ന് പറഞ്ഞിട്ട് NRCയെ കുറിച്ച്. അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പോലും നിയമങ്ങൾ ലിസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ഈ CAA ഉണ്ടായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട പോളിസിയുടെ കാര്യത്തിൽ മാത്രമാണ് കേരളത്തിലെ ഇടതുപക്ഷം കോൺഗ്രസിനെ ആക്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് ബ്രേക്ക് ചെയ്തത് രാഹുൽ ഗാന്ധിയാണ്. പിണറായി വിജയനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള അസംബന്ധമായിട്ടുള്ള ചോദ്യം നമ്മുടെ ഇതിലേക്ക് എടുത്തെറിഞ്ഞത് രാഹുൽ ഗാന്ധിയാണ്, ചെറിയ ആളുകളല്ല. അപ്പൊ ഇത് പിന്നെ രാഷ്ട്രീയ പാർട്ടികളൊപ്പം ഒരുമിച്ച് പ്രവർത്തിക്കുക, ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് വന്നിട്ട് ഒരു മുഖ്യമന്ത്രി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള അസംബന്ധമായിട്ടുള്ള ചോദ്യം അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞു. അതുണ്ടാക്കിയ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിന്റെ തലയിൽ വെച്ച് കെട്ടുക എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കേരളത്തെ മതനിരപക്ഷമാക്കി നിർത്തേണ്ടത് മതനിരപക്ഷമായി നിലനിൽക്കണമെന്ന ആവശ്യമുള്ള എല്ലാവരുടെയുമാണ്. അത് CPM നേതാക്കന്മാരുടെ, ഇടതുപക്ഷ നേതാക്കന്മാരുടെ മാത്രം ഉത്തരവാദിത്തമായിട്ട് മാറ്റുക എന്നുള്ളതും ഞാൻ അംഗീകരിക്കുന്ന ഒരു കാര്യം. അതിൽ വസ്തുതയില്ല. അതുകൊണ്ടാണ്
അത് അവർക്ക് ഇടതുപക്ഷത്തിന് മാത്രമായിട്ട് ഒരു ഒരു റൂളില്ല. തെരഞ്ഞെടുപ്പിന് പോകുമ്പോൾ എല്ലാവരും ഒരേ മനുഷ്യരോട്ടാണ് വോട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷം മാത്രം നിങ്ങളുടെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിയുമ്പോൾ തിരിച്ചു പറയാതിരിക്കാൻ മാത്രം പരമപരിശുദ്ധരായ അയ്യോ ഞങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ ആളുകളാണല്ലോ എന്ന് പറഞ്ഞിരിക്കാൻ വേണ്ടി പറ്റുന്ന ആളുകളല്ല. അവർ ഒരേ മനുഷ്യരുടെ ഇടയ്ക്ക്. അപ്പം മനുഷ്യരും ചോദിക്കുന്നത് ഈ ചോദ്യം ചോദിച്ചില്ല പിന്നെ എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ പറഞ്ഞ ഷിഫ്റ്റ് ഉണ്ടല്ലോ, ഈ ഷിഫ്റ്റ് സംഭവിക്കുന്നത് വെറും മുസ്ലിം വിരോധം കൊണ്ട് മാത്രം. നിങ്ങളത് ക്രിസ്ത്യൻ വോട്ടുകൾ പോയി എന്നുള്ള സുരേഷ് ഗോപി അയ്യോ അദ്ദേഹം ഒരു നല്ല മനുഷ്യൻ എന്ന മട്ടിൽ പോകുമ്പോൾ ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം കേരള സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയ എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. അതെങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട മനുഷ്യരോട് സംസാരിക്കുമ്പം ഈ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ പോകുന്ന ക്രിസ്ത്യാനികൾ, ഇവരുടെ സാധാരണ സെക്കുലർ ആയിരുന്ന ഹിന്ദുക്കൾ, അവർക്കൊക്കെ അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇപ്പം മുസ്ലിങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ഒരു വിസിബിലിറ്റി 1921 ശേഷം കേരള സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പിന്നോക്കം പോയ ഒരു സമുദായമാണ് മുസ്ലിം സമുദായം. കേരള സമൂഹത്തിന്റെ 28% കഴിഞ്ഞ സെൻസസ് വെച്ചുണ്ടെങ്കിലും ഒരിടത്തും അവരുടെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല. മുസ്ലിം ലീഗിന് അധികാരത്തിൽ വരുമ്പോൾ മാത്രം, UDF അധികാരത്തിൽ വരുമ്പോൾ മാത്രം 4 മുസ്ലിം മന്ത്രിമാരുണ്ടാകും, ഒരു കോൺഗ്രസ് മുസ്ലിം മന്ത്രി ഉണ്ടാകും. അതല്ല എങ്കിൽ ഇപ്പോൾ എടുത്തു നോക്കൂ, കഷ്ടിച്ച് 2 മന്ത്രിമാരാണുള്ളത്. കേരളത്തിലെ 21 പേരുള്ള കേരളത്തിലെ മന്ത്രിസഭയിൽ, ഇപ്പോൾ ഇടതുപക്ഷ മന്ത്രിസഭയിൽ എനിക്ക് തോന്നുന്ന 10-11 സവർണ ജാതിക്കാരുണ്ട്, 7-8 നായന്മാരുണ്ട്, 3 സുറിയാനി ക്രിസ്ത്യാനികളുണ്ട്. പക്ഷെ മുസ്ലിമിന്റെ ഒരെണ്ണം കൂടി കഴിഞ്ഞാൽ അത് കേരള സമൂഹത്തിൽ വലിയ ചർച്ചയാണ്. 28% കേരള സമൂഹത്തിലെ 4-1 മനുഷ്യരായിട്ടുള്ള ആളുകൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചർച്ച കൂടെ അതിന്റെ പുറത്താണ്. നോക്കൂ, നമ്മൾ കേരളത്തിലെ ഇടതുപക്ഷ മന്ത്രിസഭയിൽ 8 നായർ സമുദായത്തിൽപ്പെട്ട ആളുകൾ ചർച്ച ചെയ്യാത്ത നമ്മൾ മുസ്ലിം ലീഗിന് 5ാം മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അത് എന്തുമാത്രം ചർച്ച ഉണ്ടാക്കിയിരുന്നു നമ്മൾ ഓർക്കണം. ഞാനത് പലപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, കേരളത്തിലെ ഒരു സമയത്ത് ഒരു ക്രിസ്ത്യൻ പാതിരി പറഞ്ഞു നടന്നതാണ്, പിന്നെ കേരളത്തിലെ 4 ജില്ലാ കളക്ടർമാർ മുസ്ലിങ്ങളാണ്. അതിനു മുമ്പുള്ള 10 ചീഫ് സെക്രട്ടറിമാരിൽ 6 പേർ ക്രിസ്ത്യാനികളായപ്പോൾ നമ്മളത് കണ്ടില്ല. അപ്പൊ ഇങ്ങനെ ഈ മുസ്ലിങ്ങൾക്ക് അവിടെയും ഇവിടെയും കിട്ടുന്ന ചില്ലറ പ്രാതിനിധ്യങ്ങളെ പെരുപ്പിച്ച് അത് വാട്സപ്പിലേക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വിധത്തിലൊരു മെക്കാനിസം കേരളത്തിൽ വളരെ സജീവമായിട്ടുണ്ട്. അതിൻ്റെ RSS BJP കക്ഷികളുടെ താല്പര്യമുണ്ട്. ഇപ്പോൾ പുതുതായിട്ടുണ്ടായിരിക്കുന്ന കുറച്ച് ക്രിസ്ത്യൻ വർഗീയവാദികളുടെ താല്പര്യമുണ്ട്. ഇതിനൊക്കെ ചൂട്ടുപിടിക്കാൻ പാകത്തിന് ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ട്, SDPIക്കാരുണ്ട്, അവരോട് കൂടിയുള്ള കൈവിട്ട് ക്രിമിനൽ പാർട്ടികളുണ്ട്. ഇവർ കൂടി നടത്തുന്ന ഇവരുടെയൊക്കെ ഇഫക്റ്റീവ്ലി ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും ഫലം, അവരുടെ പ്രവർത്തനത്തിന്റെ ഫലം അടിസ്ഥാനപരമായി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇതേ ഇസ്ലാമോഫോബിയെ കൂട്ടുക എന്നുള്ളതാണ്. ഈ ഇസ്ലാമോഫോബിയെ ഐഡന്റിഫൈ ചെയ്യാനും അതിനെ ചെറുക്കാനും കേരളത്തിലെ ഇടതുപക്ഷത്തിന് പറ്റിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ മുസ്ലിം ന്യൂനപക്ഷം എന്നുള്ളതല്ല, ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കുക എന്നുള്ളത് സിവിലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യരുടെ ഒരു സ്വഭാവമാണ്. നമ്മുടെ ഭരണഘടനയിൽ ന്യൂനപക്ഷങ്ങൾക്ക് അവർക്ക് നിലനിൽപ്പിലുള്ള ചില പ്രത്യേക അവകാശങ്ങൾ കൊടുത്തിരിക്കുന്നത് അവർക്ക് ഏതെങ്കിലും തരത്തിൽ പ്രീണനത്തിന് വേണ്ടിയിട്ടല്ല, അവരുടെ നിലനിൽപ്പിന് മാത്രം ചില പ്രത്യേക അവകാശങ്ങൾ ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് അവിടെ നടക്കുന്ന ഇപ്പം പലസ്തീൻ, അവിടെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് പിന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം രംഗത്ത് വരുമ്പം അത് ഒത്തിരി മനുഷ്യർക്ക് പ്രശ്നമുണ്ട്. എനിക്ക് പ്രശ്നമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഹമാസ് ഒരു ഭീകര സംഘടനയാണ്. പക്ഷേ പലസ്തീനിലെ മനുഷ്യരെ കൊന്നൊടുക്കുന്നതിന് ഞാൻ അംഗീകരിക്കുന്നില്ല. എനിക്കത് രണ്ടാണ്. ഇപ്പം ലോകം മുഴുവനുമുള്ള ക്യാമ്പസുകളിൽ മനുഷ്യർ ഇറങ്ങിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? അവർ ഹമാസ് അല്ല അവരുടെ റെപ്രസെൻറ്റേറ്റീവ്. അവരെ സംബന്ധിച്ചിടത്തോളം പലസ്തീനിലെ സാധാരണ മനുഷ്യരെ കൊല്ലുന്നത് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അത്തരമൊരു നിലപാട് ഇടതുപക്ഷത്തിൽ എടുക്കാൻ പറ്റും. പക്ഷേ ആ നിലപാട് മനുഷ്യത്വപരമായ നിലപാടാണ്, അതല്ലാതെ ഒരു മതപരമായ നിലപാടല്ല എന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിനുണ്ട്. ഞങ്ങളത് ലോകത്തിൽ എവിടെയായാലും ഞങ്ങൾ ആ നിലപാടാണ് എടുക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താനുള്ള
ഉത്തരവാദിത്തം ഇടതുപക്ഷത്തിനുണ്ട്. മുസ്ലിങ്ങൾക്ക് കിട്ടുന്ന വളരെ പരിമിതമായ പ്രാതിനിധ്യം അവരുടെ അവകാശമാണ്. ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി എന്ന നിലയ്ക്ക് നമ്മളുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്തം ഇടതുപക്ഷത്തിനുണ്ട്. ക്രിസ്ത്യൻ മറ്റ് രണ്ട് സമുദായങ്ങളും ഇല്ലാത്തതുപോലെ ക്രിസ്ത്യൻ സമുദായത്തിലെ വർഗീയതയ്ക്ക് ചൂട്ടുപിടിച്ചുകൊണ്ടിരുന്ന ആ സഭയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം തന്നെയാണ്. അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഇടതുപക്ഷത്തിനുണ്ട്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു കേരളത്തിലെ ഈ RSS BJPയുടെ RSS വോട്ടിന്റെ വളർച്ച എന്നുള്ളത് മുസ്ലിം വിദ്വേഷത്തിൽ നിന്ന് വരുന്നതാണ്. ആ വിദ്വേഷത്തിനും വസ്തുതാപരമായ അടിസ്ഥാനമില്ല. പക്ഷെ ഈ പറയുന്ന പോലെ ചെറിപ്പിക്ക് ചെയ്തെടുക്കുന്ന കാര്യങ്ങളുണ്ട്. അത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ഒരു മെക്കാനിസത്തെക്കുറിച്ച് ഇടതുപക്ഷം സീരിയസ് ആയിട്ട് ചിന്തിക്കണം. കോൺഗ്രസിന് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ കോൺഗ്രസിന് വെറുതെ നിന്നാലും കേരളത്തിൽ ജയിക്കാൻ പറ്റും. ഇടതുപക്ഷത്തിന്റെ ഉത്തരവാദിത്വം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇടതുപക്ഷത്തിന്റെ ഉത്തരവാദിത്വമാണ് ഇന്ത്യ മുന്നണി നിലനിർത്തുക, തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ഡെക്കോറം നിലനിർത്തുക എന്നുള്ളതൊക്കെ ഇടതുപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞതുപോലെ അതായിക്കോട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ അപ്പോഴും വളരെ അടിസ്ഥാനപരമായി നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം മുസ്ലിങ്ങൾക്ക് എന്തൊക്കെയോ അത് നമ്മളത് പ്ലെയിനായിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. മുസ്ലിങ്ങൾക്ക് എന്തൊക്കെയോ വലിയ നേട്ടങ്ങൾ ഈ സമൂഹത്തിൽ ഈ നമ്മുടെ കേരളത്തിൽ കിട്ടുന്നു, ഇന്ത്യയിൽ കിട്ടുന്നു. അതുകൊണ്ട് അവരുടെ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ആകുലതകളുടെ, അസംബന്ധങ്ങളുടെ, അസത്യങ്ങളുടെ പെരുമഴ വാട്സപ്പ് യൂണിവേഴ്സിറ്റി കൂടെ പറന്ന് നടക്കുന്നുണ്ട്. അത് മനുഷ്യരുടെ ചർച്ചകളിലുണ്ട്, കല്യാണ വീട്ടിലുണ്ട്, മരിച്ചടക്കിന് പോകുന്ന സ്ഥലങ്ങളിലുണ്ട്, മാമോദിസായിക്കുണ്ട്, കുമ്പസാരത്തിലുണ്ട്, പള്ളി വർത്തമാനത്തിലുണ്ട്, പരസ്യമായിട്ടും രഹസ്യമായിട്ടും. ഈ കാര്യങ്ങളെ ഐഡന്റിഫൈ ചെയ്യാനും എന്താണ് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള നിലപാട് തിരുത്തേണ്ടതുണ്ടെങ്കിൽ അത് തിരുത്താനും, അതല്ലാത്ത കാര്യങ്ങളിൽ വിശാലമായ ചിത്രം ഇതാണ് ഒരു സമൂഹം എന്ന നിലയിൽ. ജേക്കബ്, അവിടെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിൻ്റെ തൊട്ട് പുറകെ ഉണ്ടായ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അനാലിസിസുകളിൽ ഒന്ന്, ഇടതുപക്ഷം CPM മുസ്ലിം വിഷയങ്ങളെ സവിശേഷമായി അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചു. CAA, അതുപോലെ ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടന, രാമക്ഷേത്രം, ഇത്തരം വിഷയങ്ങളെ സവിശേഷമായി അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചു. അത് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഇമ്പാക്റ്റാണ് ആലപ്പുഴയിലും ആലത്തൂരും ആലപ്പുഴ, ആലത്തൂർ, ആറ്റിങ്ങൽ ഇവിടെയൊക്കെ ഉണ്ടായ വോട്ടുകളുടെ വർധന എന്നൊരു വ്യാഖ്യാനം വരുന്നുണ്ട്. ഞാനതാ പറഞ്ഞത്. ഇതിൽ നമ്മൾ CAA എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് എന്താണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ഈ 3 സ്ഥലങ്ങളിൽ വരുന്ന 6 തരത്തിലുള്ള 6 മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് പൗരത്വം കുറച്ച് നേരത്തെ കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. ഇത് ഏതാനും ആയിരങ്ങളിൽ ചുരുങ്ങുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയിൽ ഒരു മനുഷ്യന്റെ പൗരത്വം ഇതെടുത്ത് കളയുന്നില്ല. എന്തുകൊണ്ടാണ് ഞാൻ എന്തുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത്? ഞാനിതിനെ എതിർക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാരണം കൊണ്ടാണ്. ആ പൗരത്വം കൊടുക്കാനുള്ള ചട്ടത്തിൽ, ആ നിയമത്തിൽ ഒരു മതത്തെ ഒഴിവാക്കിയിരിക്കുന്നു. 6 മതങ്ങളെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പം നമ്മുടെ ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾ തുടങ്ങുന്നത് ആർട്ടിക്കിൾ 14 വെച്ചിട്ടാണ്. ആ 14 പറയുന്നത് ഇന്ത്യയുടെ ഭൂപരിധിയിലുള്ള എല്ലാവർക്കും, പൗരന്മാർക്കല്ല, ഇന്ത്യയിൽ വന്ന് ഈ ഇന്ത്യയുടെ അധികാര പരിധിയിലുള്ള ഭൂമിയിലുള്ള ഒരു മനുഷ്യന്റെ എല്ലാ മനുഷ്യർക്കും നിയമത്തിന്റെ മുമ്പിൽ തുല്യ അവകാശമുണ്ട്. അവർക്ക് നിയമത്തിന്റെ തുല്യമായ പരിരക്ഷയുണ്ട്. ഇതാണ് ആർട്ടിക്കിൾ 14. നമ്മുടെ മൗലികാവകാശങ്ങളിൽ ആദ്യം ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ അവകാശമാണ്. ഈ അവകാശത്തിന്റെ നിഷേധമാണത്. അത് ഇപ്പോൾ ഈ പൗരത്വത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് മതം ഒരു ഘടകമാക്കാമെങ്കിൽ ഭരണഘടന അത് നിർബന്ധമായി നിരോധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു കാരണവശാലും അത് പൗരന്മാരുടെ കാര്യത്തിലല്ല, ഇന്ത്യയുടെ ഭൂപരിധിയിലുള്ള ഒരാളുടെ പേരിലാണ്. ഇന്ത്യയുടെ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷനിലുള്ള ഏതൊരാൾക്കും നിയമത്തിന്റെ മുമ്പിൽ തുല്യമായ പരിഗണനയും നിയമത്തിന്റെ തുല്യമായ സംരക്ഷണത്തിനും അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഒരു കൂട്ടം മനുഷ്യർക്കില്ല എന്ന് പറയും. ഇപ്പൊ പാകിസ്ഥാനിൽ വരുന്ന മുസ്ലിങ്ങൾക്ക് പൗരത്വം കൊടുക്കണം എന്നുള്ളതല്ല എൻ്റെ പ്രശ്നം. എൻ്റെ പ്രശ്നം നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യത്തിൽ അവർ മതത്തെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പിന്നെ അങ്ങോട്ട് പോകുന്ന മൗലികാവകാശങ്ങൾ വേറെയുണ്ട്. ഇപ്പൊ അഭിപ്രായ സ്വാതന്ത്ര്യം, അതിനകത്ത് മതം ചേർത്താൽ എന്ത് ചെയ്യും? ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. മതം ചേർത്താൽ എന്ത് ചെയ്യും? മതസ്വാതന്ത്ര്യം. അതിൽ ചേർത്താൽ എന്ത് ചെയ്യും? മത ന്യൂനപക്ഷങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ചില പ്രത്യേക മതഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ചില പ്രത്യേക അവകാശങ്ങൾ, അതിൽ വെള്ളം ചേർത്താൽ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് മനുഷ്യർ CAA എതിർക്കുന്നത്. ഇതിനെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് CPM ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്നു കാണിക്കുക എന്നുള്ളത് അത് വേറെ വിഷയമാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം വന്ന അപകടം എന്നുള്ളത് ഇതൊരു ഞാനൊരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ, അതിനിടയ്ക്ക് ഒന്ന് ചോദിക്കാൻ തോന്നുന്നൊരു കാര്യം ചോദിക്കാം.
അവിടെ ഒരു പ്രശ്നം വന്ന് താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളോടെല്ലാം എതിരഭിപ്രായം ഇല്ലാതെ തന്നെ യോജിക്കാൻ കഴിയുന്ന വിഷയങ്ങളാണ് CAA വിഷയത്തിൽ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ CAA വിഷയത്തിൽ ഞങ്ങളാണ് ചാമ്പ്യൻസ്. കോൺഗ്രസ് അതിനകത്ത് ഒന്നും ചെയ്യുന്നില്ല. കോൺഗ്രസ് പാർലമെന്റിൽ സംസാരിച്ചിട്ടില്ല. കോൺഗ്രസ് ഇത് കൊണ്ടുവന്ന BJPയേക്കാൾ കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്യപ്പെട്ടത് കോൺഗ്രസ് ഈ CAA വിഷയം അടക്കമുള്ള വിഷയങ്ങളിൽ ഒട്ടും ഒന്നും ചെയ്തില്ല. അവരൊട്ടും ക്രിയേറ്റീവ് ആയിരുന്നില്ല. അവരൊട്ടും എന്താ പറയുക സജീവമായിരുന്നില്ല. ഞങ്ങൾ മാത്രമായിരുന്നു ചാമ്പ്യൻസ്. അപ്പൊ അവിടെ ഒരു ടാർഗറ്റിംഗ് വന്നു. അതായത് ന്യൂനപക്ഷ മുസ്ലിം വോട്ടുകളിൽ മുസ്ലിങ്ങൾക്ക് ബോധ്യപ്പെടുത്തണം, ഞങ്ങൾക്ക് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ കഴിയൂ. കോൺഗ്രസ് എന്ന് പറയുന്നത് ഫലത്തിൽ ഒന്നും ചെയ്യാത്ത നിഷ്ക്രിയതയാണ്, നിങ്ങളോടൊപ്പം അല്ല. ആ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടാർഗറ്റിംഗ് ഇത് കൊണ്ടുവന്ന BJPയേക്കാൾ കൂടുതൽ മുസ്ലിം ജനവിഭാഗങ്ങളുടെ ദൃഷ്ടിയിൽ കുറ്റക്കാർ കോൺഗ്രസ് ആണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു തരം പ്രചരണം അത് ഉണ്ടായോ? അങ്ങനെ ഒരു തോന്നൽ പലർക്കും ഉണ്ടായി. ഉറപ്പായിട്ടുണ്ടായിരുന്നു. അത് വളരെ സ്വാഭാവികമല്ലേ ജോർജ്? അത് വളരെ പ്ലെയിൻ അല്ലേ? കോൺഗ്രസിനോട് ആളുകൾ ചോദിക്കുകയാണ്. KC വേണുഗോപാലിനോട് ചോദിക്കുന്നു, ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയോട് നിങ്ങൾ എന്തുകൊണ്ട്, കാരണം റിപ്പീൽ ചെയ്യേണ്ട നിയമങ്ങളുടെ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, ആ കൂട്ടത്തിൽ CAA ഇല്ല. സ്പെസിഫിക് ആയി ചോദിക്കുന്നു. അത് കഴിഞ്ഞ് ശരിക്കും പ്രകടന പത്രികയിൽ CAA ആദ്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, പിന്നെ ഇല്ല എന്ന് പറയുന്നു. കോൺഗ്രസിന് വിശദീകരിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അത് കോൺഗ്രസ് എന്തുകൊണ്ട് വിശദീകരിച്ചില്ല? കോൺഗ്രസിന് അറിയാം. കോൺഗ്രസ് വിശദീകരിച്ചാൽ കോൺഗ്രസിന് ഹിന്ദു വോട്ടുകളെ പേടിയാണ്, ഹിന്ദു വോട്ട് നഷ്ടമുണ്ടാകും എന്നുള്ള പേടിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ഒരു കാര്യം കൂടി പറയാം. കോൺഗ്രസ് നിങ്ങൾ നോക്കൂ, കോൺഗ്രസ് ഉത്തർപ്രദേശിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് കോൺഗ്രസ് പോയില്ല. അപ്പൊ എന്താ പറഞ്ഞത്? BJP നരേന്ദ്രമോദി എന്താ പറഞ്ഞു നടന്നത്? നിങ്ങൾ രാമനെതിരാണ്, ഇതോടുകൂടി നിങ്ങൾ തീർന്നു. എന്താ ശരിക്കും സംഭവിച്ചത്? ആര് തീർന്നു ഉത്തർപ്രദേശിൽ? കർണാടകത്തിൽ കോൺഗ്രസ് സെക്കുലർ നിലപാടെടുത്തു. ഒരു കാരണവശാലും മുസ്ലിങ്ങളെ വേട്ടയാടാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. എന്ത് സംഭവിച്ചു കോൺഗ്രസിന്? കോൺഗ്രസ് ഹിന്ദുത്വ അജണ്ടയ്ക്കൊപ്പം നിൽക്കുമ്പോൾ കോൺഗ്രസിന് നഷ്ടവും ഹിന്ദുത്വവാദികൾക്ക് ലാഭവുമാണ്. അത് കോൺഗ്രസ് ഇനിയെങ്കിലും മനസ്സിലാക്കണം. കോൺഗ്രസ് എന്തുകൊണ്ട് CAA ഇന്ത്യൻ നമ്മുടെ സംസ്കാരം എന്നുള്ളത് ഹിന്ദു സംസ്കാരത്തിൽ അതിൻ്റെ അകത്തുള്ള ജാതീയപരമായ ഡിസ്ക്രിമിനേഷൻ ഉണ്ടെങ്കിലും മനുഷ്യർ തമ്മിലുള്ള വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളെ അത് പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. അത് വെറുപ്പിന്റെ ഒരു സാധനമായിട്ട് അത് മാറിയിട്ടില്ല. ഇന്ത്യൻ ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യൻ കോൺഗ്രസ്സുകാരൻ എന്നുള്ളത് ഇന്ത്യൻ മുസൽമാന്റെ സംരക്ഷകനാണ്. ആ വസ്തുത മനസ്സിലാക്കാതെ അയാളോട് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി മൂന്നാമത്തെ തെരഞ്ഞെടുപ്പ് ശേഷം ഇങ്ങനെ ഇത്ര രൂക്ഷമായി സംസാരിക്കുകയും അതൊന്നും അയാളെ സംരക്ഷിക്കാതിരിക്കുകയും ചെയ്യും, അയാൾക്ക് വോട്ട് കിട്ടാതിരിക്കുകയും ചെയ്തത്? ഈ വെറുപ്പ്, ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അതിര് കവിഞ്ഞ പ്രകടനം അത് ഇന്ത്യയിലെ ഹിന്ദുക്കൾ അംഗീകരിക്കില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇത് നമ്മൾ കണ്ടത്. അതുകൊണ്ട് CAA വിഷയത്തിൽ കോൺഗ്രസ് ഒരു നിലപാട് എടുക്കേണ്ടതായിരുന്നു. ആ നിലപാടിനെ എടുക്കാതിരുന്ന നിലപാടിനെ ചോദ്യം ചെയ്യുക എന്നുള്ളത് രാഷ്ട്രീയ പ്രതിയോഗികൾ എന്ന നിലയ്ക്ക് CPMന്റെ നിലപാടിന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ CPM പരാജയപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഇത് മുസ്ലിം സംരക്ഷണം ഒരു അജണ്ടയായിട്ട് മാറി എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരത് മാറ്റിയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ മനുഷ്യർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. ഇത് മുസ്ലിം സംരക്ഷണം അല്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. CAA എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ ആശയത്തെ, ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ആശയത്തെ അട്ടിമറിക്കുന്നതാണ്. അതിനെ ഞങ്ങൾ എതിർക്കുന്നു എന്നുള്ള മട്ടിൽ എന്നതായിരുന്നു അതിന്റെ സത്യം. അതിന് പകരം അത് മുസ്ലിം സംരക്ഷണത്തിലേക്ക് ചുരുങ്ങിക്കഴിയുമ്പോൾ ഇതെന്താ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ഇത്ര താല്പര്യമെന്ന് മനുഷ്യർക്ക് തോന്നും. അത് വിശദീകരിക്കാൻ ശ്രീ MG രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ അത് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്തം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഉണ്ടായിരുന്നു. അവരത് ഫലപ്രദമായി ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് മാത്രമല്ല, ഈ വോട്ട് കിട്ടാനുള്ള സൂത്രപ്പണിയായിട്ട് മുസ്ലിം സംരക്ഷകരായി അവർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതുണ്ടാക്കാവുന്ന റിപ്പർക്കഷൻസ്. അപ്പം അതുകൊണ്ട് ഈ പ്രശ്നത്തെ നമ്മൾ സമഗ്രമായിട്ട് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതല്ലാതെ, ഇപ്പം എനിക്ക് തോന്നുന്നു ഇനി വരാൻ വേണ്ടി പോകുന്നത് നമ്മളൊക്കെ സംസാരിച്ച ഒളിച്ചോ തെളിഞ്ഞോ സംസാരിക്കുന്ന ഹിന്ദു സമുദായത്തിൽ നിന്നുള്ള ഇടതുപക്ഷത്തിന്റെ വോട്ട് ചോർച്ചയ്ക്ക് ഇനിയിപ്പം ഞാൻ ഹിന്ദുക്കളെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞ് ഇടതുപക്ഷം ഇറങ്ങിയാൽ അത് അതിൽ കൂടുതൽ അസംബന്ധമാകും. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ഇടതുപക്ഷ പാർട്ടികൾക്കും ഇത്തരം കാര്യങ്ങളിൽ വളരെ മാനവികമായ നിലപാടുണ്ട്. ആ നിലപാടുകൾ ഉറക്കെ എല്ലാ മനുഷ്യരെയും അവരുടെ പ്രാഥമിക സ്വത്വത്തിൽ നിന്നും ഉയർത്താനുള്ള ഒരു ഉത്തരവാദിത്തമാണ് ഇടതുപക്ഷത്തിനുള്ളത്. അതിലേക്ക് പോവുക എന്നുള്ളത് സാധാരണ സംഭവിക്കുന്ന ഇതാണ്. ഈ പറയുന്ന പോലെ
ജോർജ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ, അതായത് ഞങ്ങളാണ് മുസ്ലിങ്ങളുടെ ചാമ്പ്യന്മാരാണ്, ഞങ്ങൾ ഭരണഘടനയുടെ ചാമ്പ്യന്മാരാണ് എന്നുള്ള ഒറ്റ വാചകത്തിൽ തീരേണ്ട കാര്യം ഞങ്ങൾ മുസ്ലിം സംരക്ഷകരായി എന്നൊരു ഇമേജ്, അത് വോട്ട് കിട്ടാനുള്ള ഒരു നമ്പർ തന്നെ ആയിരിക്കാനാണ് സാധ്യത, അതിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇടതുപക്ഷത്തിന് ഇക്കാര്യങ്ങളിൽ കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിൽ വരുന്ന അതിന്റെ സ്ട്രാറ്റജി നിലപാടുകളുടെ കാര്യത്തിലല്ല എൻ്റെ പ്രശ്നം, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിലുള്ള വലിയ വീഴ്ചകൾ, അത് ഈ വാട്സപ്പ് സന്ദേശങ്ങളുടെ ഈ കുപ്രചരണങ്ങളുടെ ഇരകളായ മനുഷ്യർ ഇത് പറഞ്ഞു നടക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു 40-50 വയസ്സൊക്കെ നമ്മുടെ പ്രായത്തിലൊക്കെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരാരും വാർത്തകൾ ക്രോസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകളല്ല, അവരതൊക്കെ മുഴുവൻ വിശ്വസിക്കുന്ന. അപ്പം ഈ മുസ്ലിങ്ങളുടെ ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ തല കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ചൊരു കഥ ഉണ്ടാക്കുക, ആ കഥ വാട്സപ്പിലേക്ക് കൊടുക്കുക, ആ കഥ വിശ്വസിക്കാൻ കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരു വലിയ വിഭാഗം തയ്യാറാകുക. ആ സംഭവം ഇവിടെ നടക്കുന്നുണ്ട്. മുസ്ലിം വിരോധമാണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യം. വസ്തുതയില്ല, അതിൽ വസ്തുതകൾ ഏതെങ്കിലും ഉണ്ട് എങ്കിൽ നമുക്കത് മനസ്സിലാവും. അതാണെങ്കിൽ അത് തിരുത്തേണ്ടതുണ്ട്, സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ അത് തിരുത്തേണ്ടതുണ്ട്. ഞാനിക്ക് വരുന്ന മെസ്സേജുകളൊക്കെ ഞാൻ നോക്കാറുണ്ട്. ഇതുപോലെയാണ് വരുന്നത്. കേരളത്തിലെ 4 ജില്ലകളിലെ കളക്ടർമാർ മുസ്ലിങ്ങളാണെന്നുള്ളത് വസ്തുതയാണ്, അതിൻ്റെ അകത്ത് തർക്കമില്ല. പക്ഷെ അത് മാത്രമാണോ വസ്തുത? കേരളത്തിലെ ഏത് 4 പേര് കൂടിയാലും അതിലൊരാൾ മുസ്ലിം ആയിരിക്കും. അതാണ് ഡെമോഗ്രഫി. ആ ഡെമോഗ്രഫി കൂടുന്നതിനെ കുറിച്ചുള്ള കഥ വേറെയുണ്ട്. അതായത് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അങ്ങനെ ഒരു കഥ പറഞ്ഞത്. അതേസമയം വസ്തുത എന്താണ്? ഇന്ത്യയിലെ എല്ലാത്തരം ജനവിഭാഗങ്ങളുടെയും ജനസംഖ്യാ വളർച്ച നിരക്ക് കുറയുന്നു. ആ നിരക്ക് കുറയുന്നത് ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായത്തിലാണ്. ആ വസ്തുത പറയില്ല. അവിടെയാണ് അതിന്റെ പ്രശ്നം. അപ്പൊ ഇത്തരം പെരുപ്പിച്ചെടുത്തിരിക്കുന്ന ചെറി പിക്കിങ് നമ്മൾ പറയുന്ന വസ്തുതകൾ എടുത്തു വെച്ച് അതിന്റെ പുറത്ത് മുസ്ലിം വിരോധമുണ്ടാക്കി അത് സാധാരണക്കാരായ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ചിന്തയിലേക്ക് കടത്തിവിട്ട് ഒരു മുസ്ലിം വിരോധമുണ്ടാക്കി അതിന്റെ എതിർപക്ഷത്ത് ഇടതുപക്ഷത്തെ നിർത്തുകയും അങ്ങനെ ഒരു മുസ്ലിം വിരോധമുള്ളത് ഒരു ഇടതുപക്ഷ വിരോധമായി മാറുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഒപ്പം ഞാൻ മറ്റു കാര്യങ്ങളെ തള്ളിക്കളയുന്നേയില്ല. കേരളത്തിലെ പാർട്ടിയും സർക്കാരും കൊണ്ടു നടക്കുന്ന ഒരുതരം പുങ്ക് ജനങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്, ഇതെല്ലാം കാണുന്നതാണ്. ഞങ്ങൾ ഗംഭീരമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അത് മനസ്സിലാക്കുക എന്നുള്ള അവരുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള മട്ടിലുള്ള സർക്കാരിൻ്റെ പാർട്ടിയുടെ നയ നിലപാടുകൾ, ചില വ്യക്തിപരമായ അഴിമതി ആരോപണങ്ങൾ വന്നപ്പോൾ അതിൽ ഞാൻ മറുപടി പറയേണ്ടതില്ല, അതിൽ ബന്ധപ്പെട്ട ആളുകൾ മറുപടി പറയേണ്ടതില്ല, അതൊക്കെ പാർട്ടി ചെയ്തോളും എന്നുള്ള ഹുങ്ക്, ഇതൊന്നും മനുഷ്യർ അംഗീകരിക്കില്ല. ഒരു പാർട്ടിക്കാരൻ പോലും അംഗീകരിക്കാത്ത തരത്തിലുള്ള ഹുങ്ക് പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാക്കന്മാരുടെ നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ പാർട്ടിയിൽ സംസാരിക്കാൻ പറ്റുന്ന ആളുകൾ, CPM-ന്റെ ആഭ്യന്തര ജനാധിപത്യ സംവിധാനം, അത് ശ്രീ MG രാധാകൃഷ്ണൻ ഒക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് തകർന്നിരിക്കുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ഒരു സംവിധാനത്തിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അടിസ്ഥാനപരമായി വിശ്വസിക്കുന്ന വസ്തുതകളുടെ വിപരീത സ്വഭാവം അത് മനസ്സിലാക്കാതെ ഒരാൾ പറയുന്നത് മാത്രം പാർട്ടിയുടെ പരമമായ ശരിയാകുന്ന ഒരവസ്ഥ ഇന്നത്തെ അവസ്ഥയിൽ കേരളത്തിലുണ്ട്. അത് സസ്റ്റൈനബിൾ അല്ല, അത് മനുഷ്യർ അംഗീകരിക്കുന്നില്ല. ജനാധിപത്യത്തിൽ എല്ലാവർക്കും ഓരോ വോട്ട് വെച്ചിട്ടാണ് ഉള്ളത്. അത് പാർട്ടി നേതാവിന് ഒരു 10,000 വോട്ടും ബാക്കിയുള്ളവർക്ക് 1 വോട്ടും എന്നുള്ളതല്ല, ഓരോ വോട്ടുകളാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പാർലമെന്ററി ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇമ്മാതിരി ഹുങ്ക് വർക്കബിൾ അല്ല. അതിന് ഇമ്മാതിരിയുള്ള തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾ വരും. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. അതായത് തൃശ്ശൂരെ തെരഞ്ഞെടുപ്പല്ല എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്, തൃശ്ശൂരെ വോട്ട് ചോർച്ചയല്ല. ഇടതുപക്ഷം വ്യാകുലപ്പെടേണ്ടത് തൃശ്ശൂരെ BJPയുടെ ജയം എന്നുള്ളത് ഒരു വസ്തുതയായിട്ട് അംഗീകരിക്കുമ്പോൾ ഇടതുപക്ഷം പ്രവർത്തിക്കേണ്ടത് മറ്റു മണ്ഡലങ്ങളെ വോട്ടുകൾ എങ്ങനെ പോയി എന്നുള്ളതിനെ കുറിച്ചാണ്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ വിശ്വസിക്കുന്നത് വസ്തുതകൾ ജനങ്ങളുടെ മനസ്സിനെ മഥിക്കുന്ന വസ്തുതകൾ ഐഡന്റിഫൈ ചെയ്യാനും അതിൽ ഇടതുപക്ഷത്തിൻ്റെ പെർസ്പെക്റ്റീവ് അവരോട് ശരിയായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒന്നുകിൽ മടി, അല്ലെങ്കിൽ അതിനുള്ള മനസ്സില്ലായ്മ, അതല്ലെങ്കിൽ അതിനുള്ള വേർവിത്തോൾ, അതിനുള്ള സംവിധാനങ്ങളില്ലായ്മ, ഇത്തരം കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അടിസ്ഥാനപരമായി കേരളത്തിലെ ഇടതുപക്ഷം തെറ്റായിട്ടുള്ള വഴിയിലാണ് ചരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ.
അതിൻ്റെ നന്മകളിൽ ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. പക്ഷെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ, അതിൻ്റെ സംവിധാനങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിൽ, അതിൻ്റെ ശരിയായ സംവിധാനങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിൽ പാർട്ടിക്ക് വലിയ പാളിച്ചകൾ സംഭവിക്കുന്നുണ്ട്. ആ പാളിച്ചകൾ സർക്കാരിലേക്ക് വരുന്നുണ്ട്. അത് ജനങ്ങൾക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരോട് അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു പാർട്ടിയും അവരോട് അക്കൗണ്ടബിൾ ആയിട്ടുള്ള സർക്കാരും വേണം. അതില്ല എന്ന് അവർക്ക് ബോധ്യമായാൽ അവർ വോട്ട് ചെയ്ത് പുറത്താക്കും. അതിന് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് അവരുടെ മനസ്സറിയാനുള്ള സംവിധാനം ഉണ്ടാകണം. അതിനോട് പാർട്ടിയുടെ നിലപാടുകൾ പറയാനുള്ള സംവിധാനം ഉണ്ടാകണം. തിരുത്തുകൾ ഉണ്ടായേ പറ്റൂ. ഒരാളുടെ മാത്രം ചിന്തയ്ക്ക് വശംവദരായി ഒരു പാർട്ടിയും ഒരു സർക്കാരും പോവുക എന്ന് ഞാൻ ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്ന കാര്യം സസ്റ്റൈനബിൾ അല്ല, അത് ടെനബിൾ അല്ല, അത് നിലനിൽക്കില്ല, അത് മനുഷ്യർ അംഗീകരിക്കില്ല. നമ്മുടെ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ എവറി സിംഗിൾ മാൻ ഗോസ് ആൻഡ് വോട്ട്സ്. അത് അയാളുടെ ചോയ്സാണ്. അതിനെ അംഗീകരിക്കാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ സർക്കാരിനോ മുമ്പോട്ട് പോകുക വയ്യ. ഈ വോട്ടുകൾ ഞാൻ അപ്പോഴും എൻ്റെ ഉറച്ച വിശ്വാസം എന്നുള്ളത് കേരള സമൂഹത്തിൽ മുസ്ലിങ്ങളെ കുറിച്ചുണ്ടാകുന്ന വലിയ വിദ്വേഷ പ്രചരണം, ആ പ്രചരണത്തെ ഐഡന്റിഫൈ ചെയ്യാനും തിരുത്താനുമുള്ള വലിയ ശ്രമം, അത് ആരോടെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കണം. ക്രൈസ്തവ സഭ ഞാൻ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചോട്ടെ. അതായത് പൊതുവിൽ ഇപ്പൊ കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായങ്ങളിൽ എടുക്കുകയാണെങ്കിൽ ഈ മുസ്ലിം ഫോബിയ വളരെ കൂടുതലുള്ള സ്ഥലങ്ങൾ ചങ്ങനാശ്ശേരി, പാല, കാഞ്ഞിരപ്പള്ളി, ആ ഒരു ബെൽറ്റാണ്. തെക്കൻ തിരുവിതാംകൂറിലെ ഈ രൂപതകളിലാണ് ഈ മുസ്ലിം ഫോബിയ, അതായത് ലവ് ജിഹാദ് അടക്കമുള്ള വിഷയങ്ങൾ കത്തിക്കാളി വലിയ പ്രശ്നമായി മാറിയത്. അവിടങ്ങളിലെല്ലാം ഈ പറഞ്ഞ ആ വിഷയത്തിന്റെ പേരിൽ BJPക്കിലേക്കല്ല വോട്ട് പോയത്. അവിടെയെല്ലാം ഈ പറഞ്ഞ പത്തനംതിട്ടയായാലും കോട്ടയമായാലും ഇടുക്കി ആയാലും അവിടെയെല്ലാം UDFന്റെ വോട്ടുകൾ വൻതോതിൽ വർദ്ധിക്കുക. തൃശ്ശൂരിൽ പക്ഷെ ഇത് പൊതുവെ കുറവാണ്. ഈ ലവ് ജിഹാദോ നർക്കോട്ടിക് ജിഹാദിനോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ ഒരു ക്രിസ്ത്യൻ നേതാവും സംസാരിക്കാറില്ല. ഇവിടുത്തെ മതമേലധ്യക്ഷന്മാരും സംസാരിക്കാറില്ല. ഇവിടെ അതൊരു ഇഷ്യൂ അല്ല താങ്കൾ വിചാരിക്കുന്ന പോലെ തൃശ്ശൂർ. എന്നിട്ടും ഇവിടെ സംഭവിച്ചത് മറിച്ചാണ്. അപ്പൊ ഒരു മുസ്ലിം ഫോബിയ കൊണ്ടുണ്ടായതല്ല ഇത്. ക്രിസ്ത്യാനികൾ അപ്പുറത്തേക്ക് വോട്ട് ചെയ്തതല്ല. ആ ഒരു വിശകലനത്തിൽ ഒരു അടിസ്ഥാനപരമായ തെറ്റുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. റൈറ്റ്. പക്ഷേ അത് പറയുമ്പോൾ പോലും ഇത് ലൗഡായിട്ട് ഒരുപക്ഷെ പ്രകടിപ്പിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ തൃശ്ശൂർ സ്പെസിഫിക് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ തൃശ്ശൂർ മണ്ഡലത്തിൽ കാസ പോലെയുള്ള ഗ്രൂപ്പുകൾ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ BJPക്ക് അനുകൂലമായി RSSൻ്റെ പ്രചരണങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളുണ്ട്. അത് മിക്കവാറും ഒക്കെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി നടത്തിയ പ്രവർത്തനങ്ങളുണ്ട്. അതിൻ്റെ പല കാര്യങ്ങളും ഒരുപക്ഷെ തൃശ്ശൂർ മണ്ഡലത്തിലുള്ള കോൺഗ്രസിൻ്റെയും CPMൻ്റെയും പ്രവർത്തകരായിട്ടുള്ള ആളുകൾ, ഇപ്പം എനിക്ക് വ്യക്തിപരമായ ബന്ധമുള്ള ആളുകൾ പലരും പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സഭാ നേതൃത്വം ഒരുപക്ഷെ ലൗഡായിട്ടത് പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ അതിൻ്റെ ഗ്രൗണ്ട് ലെവലിൽ ഈ ആക്ടിവിറ്റി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നുണ്ട്. ഇസ്ലാമോഫോബിക്കായിട്ടുള്ള പ്രചരണങ്ങൾ വളരെ വ്യാപകമായി നടക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാനിതിൻ്റെ അവസാനത്തിലേക്ക് ഒരൊറ്റ കാര്യം, രണ്ടുപേരിൽ നിന്നും ഒറ്റ വാക്കിലൊരു ഉത്തരം ഞാൻ പ്രതീക്ഷിക്കുന്നു. കേരളത്തിൽ ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് കുറെ കൂടെ ലൗഡായിട്ടുള്ള ഒരു സന്ദേശം 2024 തിരഞ്ഞെടുപ്പ് ഫലം നൽകുന്നുണ്ട്. അത് ഒരു അപായ സൂചനയുടെ സന്ദേശം കൂടിയാണ് എന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കുന്നുണ്ടോ രണ്ടുപേരും? ഞാൻ യോജിക്കുന്നുണ്ട്. ഇരു മുന്നണികൾക്കും ഇതുവരെയുള്ള കേരളത്തിലെ രാഷ്ട്രീയ സംവിധാനത്ത് എന്തായിരുന്നു അതിന് കൃത്യമായൊരു അപായ സൂചനയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. റൈറ്റ്. ശ്രീ കെ ജയദേവ്. ഞാൻ അതിനെ കാണുന്നത് സൂചനയാണ്. അത് അപായ സൂചനയാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഇത് നമുക്ക് ചെറുത്ത് നിൽക്കാൻ പറ്റാത്തതോ വഷളായതോ കാര്യമല്ല. നമുക്കിതിനെ ഐഡന്റിഫൈ ചെയ്യാനും ഒരുമിച്ചുള്ള പ്രവർത്തനം കൊണ്ട് എതിരിടാവുന്നതേ ഉള്ളൂ. കാരണം ഞാൻ ആലോചിക്കുന്നത് കേരളത്തിലെ BJP പ്രസിഡന്റ് പോലും പറയാത്തത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദി നടത്തുന്ന വെറുപ്പ് എന്നുള്ളത് കേരളത്തിലെ സാധാരണഗതിയിൽ ഒരു BJPക്കാരൻ പോലും നടത്താത്ത വെറുപ്പ്, അത് കേരളത്തിൽ അവർ പോലും ചെലവാക്കാത്ത കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഞാനതിനെ വലിയ അപായം എന്ന നിലയ്ക്കല്ല, ഈ മതനിരപേക്ഷ സമുദായത്തിലേക്ക് ഈ വെറുപ്പ് കൊണ്ടുവരിക എന്നുള്ളത്, ഹിന്ദുത്വ പോലുമല്ല, വെറുപ്പ് കൊണ്ടുവരിക എന്നുള്ളത് നമുക്ക് ഒരുമിച്ച് നിന്ന് ചെറുക്കാവുന്നതേ ഉള്ളൂ. ഇല്ല എങ്കിലാണ് പ്രശ്നം. അത് ചെറുക്കാൻ നിന്നില്ലെങ്കിൽ ചിലപ്പോൾ അത് അപായകരമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു നരേന്ദ്രമോദി രാജസ്ഥാനിൽ നടത്തുന്ന ഒരു പ്രസംഗം കേരളത്തിലെ ഒരു BJP നേതാവ് പറയില്ല. കാസകാർ പറയും, പക്ഷെ കേരളത്തിലെ ഒരു BJP നേതാവ് പറയില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊരു വസ്തുതകൾ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പരസ്പരം ചർച്ച ചെയ്യുക എന്നുള്ളത് വഴി ഈ അപായത്തെ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. റൈറ്റ്. അതാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് വന്ന ഫലങ്ങൾ നമ്മുടെ സമൂഹത്തിന് നൽകുന്ന സന്ദേശങ്ങൾ. അതിൽ ചിലത് വളരെ ലൗഡായിട്ടുള്ള സന്ദേശങ്ങളുണ്ട്,
വളരെ സട്ടിലായിട്ടുള്ള സന്ദേശങ്ങളുണ്ട്, മാറിക്കൊണ്ടിരിക്കുന്ന വോട്ടിംഗ് പാറ്റേണിനെ കുറിച്ചുള്ള സന്ദേശങ്ങളുണ്ട്, രാഷ്ട്രീയ നിലപാടുകളിൽ വരുന്ന മാറ്റത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള സന്ദേശങ്ങൾ കേരളം പുറത്തേക്ക് വരുന്നുണ്ട്. അതിനെ എത്രമാത്രം ഗൗരവത്തിൽ നമ്മളുടെ രാഷ്ട്രീയ സാമൂഹ്യ വ്യാപാരങ്ങളെ ഇത്രയും കാലം ഭരിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയ സംവിധാനങ്ങൾ, അത് UDF ആണെങ്കിലും LDF ആണെങ്കിലും, അത് എത്രത്തോളം ഗൗരവത്തിൽ ഉൾക്കൊള്ളും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. KJ ജേക്കബ്, MG രാധാകൃഷ്ണൻ, ജോർജ് പടിപ്പാറ. നമുക്ക് മറ്റു വിഷയങ്ങളുമായി വീണ്ടും കാണാം.